തലമുറകളായി നാം കരുതുന്നത് വാൽമീകി രാമായണം പറയുന്ന കിഷ്കിന്ധയും പമ്പയും ഹംപിയിലാണെന്നാണ്. കർണാടകത്തിലെ ഹംപിയിൽ. എന്നാൽ അതങ്ങനെയല്ല. അത് അങ്ങനെയല്ല. അത് കേരളത്തിലാണ്. ഒന്നുകൂടെ പറയാം, അത് കേരളത്തിലാണ്. ചരിത്രപരമായി അത് സ്ഥാപിക്കാൻ പാകത്തിനുള്ള ധാരാളം തെളിവുകൾ, അനിഷേധ്യമായ തെളിവുകൾ നമ്മുടെ പ്രാക്തനതയിൽ കിടപ്പുണ്ട്. അതിലേക്കാണ് ഈ വീഡിയോ. നമസ്കാരം, പ്രാചിയിലേക്ക് സ്വാഗതം. ഇതൊരു തിരുത്തൽ പ്രക്രിയയാണ്. ചരിത്രപരമായൊരു തിരുത്തൽ പ്രക്രിയയാണ്. ചരിത്രത്തിലെ ഒരു തിരുത്തൽ പ്രക്രിയയാണ്. എന്നേ നടക്കേണ്ടിയിരുന്നതുമാണ്. എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് ഉത്തരവില്ല. ഞാൻ ദീർഘകാലം അന്വേഷിച്ചിട്ടുള്ളതാണ്. ഇത് പറയുമ്പോൾ ഈ ഒരു കിഷ്കിന്ധ, പമ്പ ഒക്കെ കേരളത്തിലാണെന്ന് പറയുമ്പോൾ ഒരു 90% ആൾക്കാർ നെറ്റിചുലിക്കലേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളോട് കൂടുതലായ ബന്ധമുണ്ടെന്ന് നമ്മൾ കരുതുന്ന പലരും അങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞൊരു അല്പ ദിവസം, ഞാനത് പുറത്തേക്ക് പറഞ്ഞിട്ട് അല്പ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എൻ്റെ അനുഭവം അതാണ്. അതിൽ തെറ്റു പറയാനൊക്കില്ല. കാരണം ലോകത്തിലെ ഏറ്റവും പഴയ ചരിത്ര ഗ്രന്ഥത്തെ, ലോകത്തിലെ, അല്ലെങ്കിൽ ഒന്നുകൂടെ വ്യക്തമായി പറയാം, ലോകത്തിന് ഭാരതം സമർപ്പിച്ച ഏറ്റവും പ്രാക്തനവും ഏറ്റവും വിശദവും ഏറ്റവും വിസ്തൃതവുമായ ചരിത്ര ഗ്രന്ഥത്തെ മലയാളി പഠിച്ചിട്ടില്ല, വായിച്ചിട്ടില്ല. രണ്ടും നടന്നിട്ടില്ല. അത് ആ മലയാളി മറന്ന കൃതിയുടെ പേരാണ് വാൽമീകി രാമായണം. അതെ, ലോക സാമൂഹ്യ ചരിത്രത്തിന്, നാഗരികതയുടെ ചരിത്രത്തിന്, ഗ്രാമ്യതയുടെ ചരിത്രത്തിന്, ലോക സംസ്കാരത്തിൻ്റെ ചരിത്രത്തിന് ഭാരതം കൊടുത്ത ഏറ്റവും മൗലികമായ, ലോകത്തെ ഒന്നാമത്തെ ചരിത്ര ഗ്രന്ഥവും ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ എത്രമേൽ അർത്ഥം എടുത്തോളൂ, അതിൽ ഇല്ലാത്ത ചരിത്രങ്ങളൊന്നുമില്ല. ഞാൻ ചരിത്രത്തെ പറ്റിയാണ് പറയുന്നത്. അത് വാൽമീകി രാമായണമാണ്. അതിൻ്റെ കുറച്ചുകൂടെ വിസ്തൃതമായ, വിപുലീകരിച്ച പദ്ധതിയിൽ നമുക്ക് പിൽക്കാലത്ത് വന്ന മഹാഭാരതത്തെ കാണാം. വാൽമീകി രാമായണം 24,000 ആണെങ്കിൽ അത് വളരെ വിസ്തൃതമായി ഭാരതം 1,00,000 ശ്ലോകങ്ങളിലേക്ക് ഈ ഭാരതം എന്ന ഈ ഒരു വലിയ ഒരു സങ്കേതത്തെ, ഞാൻ പറയുമ്പോൾ നിങ്ങൾ എലുക വെച്ച് കാണരുത്, അതിര് വെച്ച് കാണരുത്. പ്രാക്തന ഭാരതത്തിന് നമ്മൾ ഇന്ന് കാണുന്ന അതിരുകളല്ലായിരുന്നു. അതൊരു വലിയ സാംസ്കാരിക ഭൂമികയായിരുന്നു, ഭൗതിക ഭൂമികയുമായിരുന്നു. അതൊരു മറ്റൊരു വിഷയം. എന്തായാലും നാം ആ അനിഷേധ്യമായ തെളിവുകളിലേക്കാണ്. ഭാരതത്തിൻ്റെ ഏറ്റവും പഴയ ചരിത്രകൃതിയായ വാൽമീകി രാമായണം അഥവാ രാമൻ്റെ ചരിതം, ജീവിച്ചിരുന്ന നമ്മെപ്പോലെ ജീവിച്ചിരുന്ന രാമൻ്റെ ചരിതം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ചരിതം, മാതാ സീതയുടെ ചരിതം, ഹനുമൻ സ്വാമിയുടെ ചരിതം, അങ്ങനെ പോകുന്ന ഗംഭീരങ്ങളായ ചരിതങ്ങൾ നമ്മെപ്പോലെ ജീവിച്ചിരുന്ന ഒരു കൂട്ടം മഹാമനുഷ്യരുടെയാണ്, യോഗ പുരുഷന്മാരുടേതാണ്, യോഗിനിമാരുടേതാണ്. അതിൽ സാധാരണ മനുഷ്യരും താപസികളും സിദ്ധരും മുനിമാരും ചാരണന്മാരും മനുഷ്യർക്കടുത്ത് നിൽക്കുന്ന വാനരവംശവും പക്ഷിവംശവും, ഇതെല്ലാം ചേരുന്നത് വല്ലാത്തൊരു ഭൂമിക, വല്ലാത്തൊരു അന്തരീക്ഷം ലോകത്ത് ഇത്ര വൈവിധ്യമായി വിശദമായി മറ്റൊരു കൃതിയും വെച്ചിട്ടില്ല. വിഷയത്തിലേക്ക് വരാം. എത്രമേൽ വേണമെങ്കിലും പറയാം. ഞാനൊരു വളരെ മുമ്പ് വാൽമീകി രാമായണം വായിച്ചു തുടങ്ങിയ ആളാണ്. പക്ഷേ പണ്ഡിതനല്ല. എന്നോട് ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറയാമെന്നേ പറയുള്ളൂ. ഇപ്പോഴേ പറയുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം കൂടെ പറഞ്ഞാലേ ഇത് പൂർത്തിയാകില്ല. ഇതുകൂടെ പറയണം. അനിഷേധ്യതയിൽ 1 മിനിറ്റ് 2 മിനിറ്റ് അതുകൂടെ പറയാം. ഞാൻ 2015-16 കാലത്താണ് അക്ഷയ പമ്പ മിഷൻ എന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു നദി, പമ്പയുടെ ഒരു സംരക്ഷണ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പമ്പാതടത്തിൽ എന്നെ സംബന്ധിച്ച്, ഞാൻ പമ്പയുടെ വരട്ടാറ്, മണിമല, ഇതിൻ്റെ എല്ലാം ഇടയ്ക്ക് താമസിക്കുന്ന ആളാണ്. അപ്പോൾ ആ കാലത്ത് നദി മരിച്ചു കിടക്കുകയാണ്. നദി ഇന്നത്തെ അവസ്ഥയിൽ വളരെ മോശമാണ് നദിയുടെ അവസ്ഥ. 2015-16 ഒരു വെള്ളം കോഴഞ്ചേരി പാലത്തിൽ വരെ വരുമായിരുന്നു, അതായത് ഉപ്പ് ജലം.
ആ കാലത്ത് നിന്നിട്ടാണ് ഇന്നിപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഒത്തിരി മാറിയിട്ടുണ്ട്. ഈ വർഷത്തെ സംശയമുണ്ട്. എങ്കിലും ആ കാലത്ത് നിന്നിട്ടാണ് എന്നെ സംബന്ധിച്ച് ഞാനിതിലേക്ക് നദിയുടെ പഠനമായിട്ട് ഇറങ്ങുന്നത്. നദിയുടെ രേഖപ്പെടുത്തലുമായിട്ട് ഇറങ്ങുന്നത്. അത് രേഖപ്പെടുത്തല. നദീതീരത്ത് നടന്ന് എനിക്കെത്തിപ്പെടാവുന്ന ഒരു 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 സീമയുണ്ട്. ആ സീമ അതിനകത്ത് നിന്നുകൊണ്ട് അത് രേഖപ്പെടുത്തി നടക്കുന്ന കാലത്ത് ഞാൻ പോലും അറിയാതെ എൻ്റെ വാൽമീകി രാമായണം വായിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോലും അറിയാതെ ഞാൻ വാൽമീകി രാമായണം വായിക്കും. ഞാൻ വളരെ മുമ്പ് ഈശ്വരഗത്യ വാൽമീകി രാമായണം മലയാളി അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് ഒരു 2006 7 ആ കാലം തൊട്ട് നമ്മൾ ശേഖരിച്ചു തുടങ്ങിയ വാൽമീകി രാമായണോട് ബന്ധപ്പെട്ട. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ വായിക്കും, വെറുതെ ഇങ്ങനെ മിക്കപ്പോഴും വായിച്ചുകൊണ്ടേ ഇരിക്കുന്ന ആളാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലയളവിലാണ് ഇത് രണ്ടും കൂടെ വാൽമീകി രാമായണം വായിക്കുന്നത്, നദിയുടെ പഠനങ്ങൾ നടക്കുന്നു, രേഖപ്പെടുത്തൽ. ഇത് ഇടയ്ക്ക് എവിടെയാണ് ഇത് തമ്മിൽ ഇത് ഞാൻ വായിക്കുന്ന പ്രത്യേകിച്ച് ആ കാലത്ത് ഞാൻ കിഷ്കിന്ധാകാന്ഡം വായിക്കുകയായിരുന്നു. അരണ്യകാന്ഡം അവസാനിച്ച് കിഷ്കിന്ധാകാന്ഡം വായിക്കുകയായിരുന്നു. അരണ്യകാന്ഡത്തെക്കാട്ടുള്ള എന്നെക്കുള്ളിൽ കിഷ്കിന്ധാകാന്ഡം വായിക്കുന്ന കാലത്ത് ഇതെല്ലാം 15 16 നടക്കുന്ന 10 11 വർഷം. ആ കാലത്ത് എപ്പോഴാണ് തോന്നുന്നത് ഇത് ഈ പറഞ്ഞ സ്ഥലം എൻ്റെ സ്ഥലമാണ്, ഞാൻ ഈ പരിചയിക്കുന്ന ഞാൻ നടക്കുന്ന സ്ഥലത്തെ പറ്റിയാണല്ലോ. അത് ചിലപ്പം മുകളിലോട്ട് അറിയാം, ശബരിമലയുടെ പ്രാന്തപ്രദേശങ്ങളാവാം, നമ്മളീ പറയുന്ന നിലയ്ക്കലാവാം, അല്ലെങ്കിൽ അതിനപ്പുറം ഇപ്പുറം റാന്നി വടശ്ശേരിക്കരി ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് തോന്നാം. അല്ലെങ്കിൽ കുറേയൊക്കെ ഞാൻ നദീതീരത്തിനടുത്ത് താമസിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇങ്ങനൊരു തോന്നൽ വരുന്നു. ഈ തോന്നലിൽ നിന്നിട്ടാണ് ഇതെവിടെയാണ് നിൽക്കുന്നതെന്നുള്ളതിൻ്റെ ഗൗരവ അന്വേഷണം വരുമ്പോഴാണ് നമ്മൾ ഹംപിയിലാണെന്ന് നമ്മൾ ആ കാലത്ത് കുറച്ചൊരു ഗൗരവമായി മനസ്സിലാക്കുന്നു. അപ്പോൾ ഹംപിയിൽ അവിടെ 1.5 ഏക്കറുള്ള ഈ കുളത്തെയാണ് സ്ഥാപിച്ചതാണ്. ആ സ്ഥാപിച്ചവരെ മഹാന്മാരായ കൃഷ്ണദേവരായരെയാണ്, നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. അത് മറ്റെങ്ങും സ്ഥാപിക്കപ്പെട്ടില്ല, അവർ സ്ഥാപിച്ചു. അത് ശങ്കരാചാര്യരായ നമ്മൾ വിദ്യാരണ്യ സ്വാമികളാണ് അതിൻ്റെ മൂലകാരകനായി നമ്മൾ ചരിത്രത്തിൽ കേട്ടിരിക്കുന്നത്. അവർക്ക് അവരുടേതായ ഐതിഹ്യങ്ങളുണ്ട്, ഓറൽ ഹിസ്റ്ററി അവർക്കുണ്ടാവാം. പക്ഷേ ഇവിടെ നമ്മുടെ പ്രാചീന പുരുഷന്മാർക്ക് ആർക്കും തോന്നിയില്ല അദ്ദേഹം ഇവിടെയായിരുന്നു. ഇവിടെ കൂടെ കടന്നു പോയതാളെന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ഇവിടെ കൂടെ വെറും കടന്നു പോവുക മാത്രമല്ല, അതിൻ്റെ ചരിത്രമാണ് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് കേൾക്കും അദ്ദേഹം കടന്നുപോയ ആളാണെന്ന്. കടന്നുപോയ ആളല്ല, അങ്ങനെ മാത്രമായി ചുരുക്കരുത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വനവാസത്തിൻ്റെ ഏറ്റവും മോശം കാലം, വനവാസത്തിലെ ഏറ്റവും മോശം കാലം, ആ വേദനയുടെ ഏറ്റവും മോശകാലത്ത് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം താമസിച്ചത് ഇവിടെയാണ്. അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം താമസിച്ചത് ഇവിടെയാണ്. എവിടെയാണ്? നമ്മുടെ ശബരിമലയുടെ പ്രാന്തത്തിൽ, പമ്പയുടെ തടത്തിൽ. അതുകൊണ്ടാണ് ഞാൻ സമീപകാലത്ത് അദ്ദേഹം തിരികെ എത്തൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊരു പാട്ട് നമ്മൾ ചെയ്യാൻ ഇടയായത്. രാമൻ വരും, പമ്പാ പുള്ളിനത്തിൽ രാമൻ വരും എന്ന് നമ്മൾ ചെയ്യാനിടയായത്. അത് കുറച്ച് പേര് കേട്ടതാണ്, അല്ലാത്തവർക്ക് വേണ്ടി അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും ആ ഒരു ചരിത്രം നമ്മൾ ഗ്രഹിച്ചേ പറ്റൂ. ഞാൻ അങ്ങനെയാണ് അതിലേക്ക് വന്നത്. അപ്പോഴാണ് നമ്മളിത് വീണ്ടും അരണ്യകാന്ഡമായി കിഷ്കിന്ധകാന്ഡമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തടത്തെപ്പറ്റി യാതൊരു സംശയമില്ല. ആ കാലത്തിന് എനിക്ക് ഉറച്ചൊരു കാര്യമുണ്ട്. പമ്പ നമ്മൾ പെട്ടെന്ന് കേൾക്കുന്ന സരസ് എന്നല്ലേ, തടാകം എന്നല്ലേ പറയുന്നത്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പം എനിക്കന്നേ ഉറപ്പായിരുന്നു, വ്യക്തിപരം ഉറപ്പായിരുന്നു, സരസല്ലാത്ത പാഠങ്ങളും ഭാരതത്തിലുണ്ടാവും. പിന്നെ ദീർഘകാലം നമ്മുടെ തപ്പലും അന്വേഷണം അതിലുണ്ടായിരുന്നു. ഒരു സംശയം ഉണ്ടായി, നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കത്തക്ക വിധത്തിൽ അതെല്ലാം തെളിവുകളായി വന്നിട്ടുണ്ട്. അത് ഈ പഴയ ഭാഷയാണെന്ന് ഓർത്ത് വൈദിക സംസ്കൃതമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വൈദിക കാലത്തിനും അടുത്ത് നിൽക്കുന്ന സംസ്കൃത ഭാഷയാണ്. രാമൻ വൈദികനായിരുന്നു, ഹനുമാൻ സ്വാമി വൈദികനായിരുന്നു, രാവണനും വലിയൊരർത്ഥത്തിൽ വൈദികനായിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്തൊരു ചരിത്രത്തിൻ്റെ വലിയൊരു പരിണാമകാലവും കൂടെ നമുക്ക് ഇതിൻ്റെ കാണാൻ കഴിയും. എന്തായാലും ആ തെളിവുകൾ കേരളത്തിലെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്തെ തെളിവുകളിലേക്ക് വരാം. ദീർഘമാണ്. അതിൽ ഇത് സ്ലൈഡ് ബൈ സ്ലൈഡായിട്ടാണ് പറയുന്നത്. ഈ സ്ലൈഡ് ഞാൻ ഔദ്യോഗികമായി ഈ വിഷയം നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ ഇരിക്കുന്ന വിഷയമാണ്. ഞാനത് വിസ്തൃതമായി എന്നെ ഈശ്വരഗതി എഴുതി സമർപ്പിച്ച ആളാണ്. ഒരു 10-11 വർഷം ഭയമുണ്ടായിരുന്നു പറയാൻ. എനിക്ക് ഹംപി എതിർക്കാൻ പാടില്ല. പക്ഷേ ഇത് പറയുകയും വേണം. ഇതിലൊരു സംഘർഷം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ 2017 ഇത് എഴുതുന്നുണ്ട് കുറച്ചെങ്കിലും. ഹരിതകേരളം മിഷന് വേണ്ടി എൻ്റെ നദിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എഴുതുന്ന കാലത്ത് ആദ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രിയപ്പെട്ട മാന്യനായ കുമ്മൻ രാജശേഖരൻ ചേട്ടനടുത്ത് അത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പമ്പാരണ്യം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് ഞാൻ ഇതാ പറഞ്ഞത്, പമ്പാരണ്യരായിട്ട് ഇങ്ങനെ ചെയ്യാം. വാൽമീകി ഒരു വലിയ തടത്തിൽ ഈ മുഴുവൻ അതിലില്ലാത്ത നമുക്ക് കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് നമ്മളത് പ്രളയം കഴിഞ്ഞ് നമ്മൾ ചെയ്തിരുന്നു. അന്ന് രാജേട്ടൻ്റെ ഒരു സദസ്സിൽ ഒരു അന്തരംഗ സഭയിലാണ് ഈ വിഷയം നമ്മൾ ആദ്യമായി
അവതരിപ്പിക്കുന്നത്. പിന്നെ ഞാനെങ്ങും ആരോടും പറഞ്ഞിട്ടുമില്ല. നമുക്ക് ഈ പറഞ്ഞ പോലെ തർക്കം ഉണ്ടാകണ്ടെന്ന് കരുതി. പക്ഷേ ഇപ്പം കാലം എന്തോ നമ്മളെ കൊണ്ടത് പറയാൻ പ്രേരിപ്പിക്കുന്നു. അത് പറയുന്നു, അത്രമാത്രമേ ഉള്ളൂ. അത് ചരിത്രത്തിൽ ആരും പറഞ്ഞിട്ടുള്ളതല്ല. ഇങ്ങനെ ആരും പറഞ്ഞിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അഭിപ്രായക്കുറവ് ധാരാളം പേർക്കുണ്ടാവാം. കേട്ടിട്ട് പറയാം. ഒരു 85% വരെ ഏകദേശം ഭംഗിയുള്ള തീറമാണ്, ഒരു തീസിസാണ്. അതിൽ പാഠഭേദങ്ങളുടെ പ്രശ്നം വരും. പ്രാചീന കാലം തൊട്ട് തിരുത്തി എഴുതിയവരുടെയും പകർത്തി എഴുതിയവരുടെയും പ്രശ്നങ്ങൾ വരും. പൊടിഞ്ഞുപോയ ഓലകൾ കൂട്ടിച്ചേർത്തവരുടെ പ്രശ്നം വരും. ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എന്നാലും പാഠശുദ്ധീകരിച്ച ബറോഡ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 50-ലെ പാഠമാണ് നമ്മൾ കൂടുതലായി എടുത്തിരിക്കുന്നത്. ഒപ്പം തെക്കേ ഇന്ത്യക്കാരനായ അമൃതഘാതകൻ്റെ മാധവയോഗിയുടെ അമൃതഘാതക ഭാഷ്യം നമ്മൾ ആധികാരികമായി എടുത്തിട്ടുണ്ട്. പിന്നെ പലതുമുണ്ട്. മുമ്പോട്ട് പക്ഷേ ഞാൻ സ്ലൈഡിൽ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇത് ഓടിച്ച് പറഞ്ഞു പോകാം. ഇത് പമ്പാക് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കേന്ദ്ര ഗവൺമെൻറ് മുമ്പ് വെച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി, സാംസ്കാരിക മന്ത്രി, പ്രധാനമന്ത്രിക്ക് അഡ്രസ് ചെയ്യാൻ സ്വാഭാവികമായിട്ടും അത് സാംസ്കാരിക മന്ത്രിയിലേക്കും ടൂറിസം മന്ത്രിയിലേക്കും MO ശ്രീമാൻ സുരേഷ് ഗോപിയിലേക്കും DG ASIയിലേക്കും പോയിരിക്കുന്നതാണ്. ഇത് ഞാൻ ഔദ്യോഗികമായി തയ്യാർ ചെയ്ത, നാളെ കർക്കിടകമല്ല, അടിയന്തരമായി തയ്യാർ ചെയ്ത ഒരു സ്ലൈഡാണ്. ഞാൻ ഓടെ കാണിച്ചു. ഇത് വിസ്തൃതമായി പറയേണ്ടതാണ്. ഇത് ആരെയും ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇത് നാളെ രാവിലെ, ഇതിപ്പോൾ രാത്രിയാണ്, കർക്കിടക തലേന്നാണ്. ഈ കർക്കിടകത്തിന് ഉൾപ്പെടെ പ്രാധാന്യം വരുന്നതിൻ്റെ ചരിത്രം കൂടി തന്നെ പിന്നീട് എപ്പോഴും വിശദമായി പറയാം. ഈ കർക്കിടകത്തിന് പ്രാധാന്യം വരുന്നതും വൃശ്ചികത്തിന് പ്രാധാന്യം വരുന്നതിൻ്റെയൊക്കെ ചരിത്രങ്ങൾ ഇതിൻ്റെ വാൽമീകി രാമായണത്തിൽ കിടപ്പുണ്ട്, പൈങ്കുനി ഉത്തരത്തിൻ്റെ ഉൾപ്പെടെ. ഇത് പറയുമ്പോൾ പ്രാക്തനമായ ഒരു ദേവതാ സങ്കേതം അവിടെ നിലനിൽക്കുന്നു, ശബരിമല. അതിൻ്റെ ചരിത്രത്തെ, അതിൻ്റെ പൂർവ്വവൃത്താന്തത്തെ ഒരു കണക്കിലും നമ്മൾ അതിന്മേൽ പരിക്കേൽപ്പിക്കാനല്ല, ഒരു കണക്കിലും അത്ര ഒരു പരിശ്രമവുമില്ല. എനിക്ക് അത്രയേറെ ഇഷ്ടമാണ്. ഞാൻ രാമൻ്റെ പുറകെ എത്ര നടക്കുന്നു അത്ര ഐച്ഛികതയോടെ ആ അദ്ദേഹത്തിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് വലിയൊരു ഷീറ്റ് ആങ്കറാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഈ ഇത്തരമുള്ള യാത്രകളിൽ ഏറ്റവും വലിയ ഷീറ്റ് ആങ്കർ എന്ന് പറഞ്ഞാൽ അത് ഈ ചരിത്രം, ഇത്തരം പഠന പ്രക്രിയയിലെ ഒരു പ്രധാന സാധനമാണ്. ആ ഒരു സങ്കേതം, അവിടെ ഇരിക്കുന്ന ആൾ ചില്ലറയാളല്ല. അത് അത് വേറൊരു വഴി, അത് പിന്നീട് പറയാം. എന്തായാലും ഇത് ഔദ്യോഗികമാണ്. ഇത് ICHRന് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെയ്താണ് അടിയന്തരമായിട്ട്. ഇന്ന് രാത്രിയോ നാളെയൊക്കെ ആയിട്ടത്, നാളെ കർക്കിടകം, നാളെ മറ്റന്നാളോട്ട് കർക്കിടകം മാസത്തിൽ ICHRൻ്റെ അടുത്ത് എത്തുമെന്ന് വിചാരിക്കും. ബാക്കി എല്ലാവർക്കും തൊട്ടടുത്ത് തന്നെ നാളെ ഞാൻ ഔദ്യോഗികമായി ഇതിൻ്റെ ആദ്യത്തെ മീറ്റിങ്ങിലേക്ക് പോവുകയാണ്. അതുകൂടെ പറയാം. നാളെ, അതായത് ഇത് ഇന്ന് രാത്രി ചെയ്യുന്നു, കർക്കിടക തലേന്ന്. നാളെ കർക്കിടക മാസത്തിൽ 1-ാം ദിവസമാണ് ഇത് ആൾക്കാർ കാണാൻ പോകുന്നത്. നാളെ ഔദ്യോഗികമായ ആദ്യത്തെ മീറ്റിംഗാണ്. എങ്ങനെയോ ഈശ്വരഗത്യ ഈ രാമായണ മാസത്തിൽ ഔദ്യോഗിക ആദ്യത്തെ മീറ്റിംഗ്, കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരുടെ ആദ്യത്തെ മീറ്റിംഗ്. അത്ര ദൂരേക്കാണ് പോകേണ്ടത്. അതിലേക്ക് പോകുന്നു. അതിനുള്ള തയ്യാറെടുപ്പിനിടയ്ക്ക് പെട്ടെന്ന് രാത്രി, ആ സമയം ഇപ്പം ഞാൻ 10 മണിയായി രാത്രി, ഞാൻ പെട്ടെന്ന് പറയുകയാണ്. എന്ത് നടക്കില്ലെന്ന് എനിക്കറിയില്ല. ഭഗവാൻ ശ്രീരാമേന്ദ്രൻ അനുഗ്രഹിക്കട്ടെ. ആൾക്കാർക്ക് അത് എതിർപ്പുള്ളവർ എതിർപ്പ് അറിയിക്കാം. ഇത് പമ്പാക് ക്വസ്റ്റ്യൻ, തലക്കെട്ടിനെ നോക്കണ്ട. ഒരു നാഷണൽ എൻക്വയറി നമ്മൾ ഡിമാൻഡ് ചെയ്യുകയാണ്. ഒരു നാഷണൽ എൻക്വയറി ഇൻറ്റു സേക്രഡ് ജിയോഗ്രഫി. നമ്മളെ ഒരേ സമയം ഒരു നാഷണൽ സ്കോളർലി എൻക്വയറി ഇൻറ്റു ദ കിഷ്കിന്ധ ജിയോഗ്രഫി ഓഫ് വാൽമീകി രാമായണം. വാൽമീകി രാമായണത്തിൻ്റെ അകത്ത് പറയുന്ന കിഷ്കിന്ധ, ആ പ്രദേശം നമുക്കൊന്ന് വിസ്തൃതമായി കേന്ദ്ര ഈ സ്ഥാപനങ്ങൾ പഠിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ മൂലകാരണങ്ങൾ നമ്മളിതിപ്പം പറയുന്നത് നമ്മളൊരു കൺക്ലൂഷനിലെത്തി പറയുകയല്ല. നമ്മളെ സംബന്ധിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ, നിങ്ങളുടെ ഒരു പര്യാലോചന ചെയ്യൂ. ഞാൻ സിവിലൈസേഷൻ റീവാലിഡേഷൻ എന്നുള്ള ഭാഗം ഇതിൻ്റെ അകത്ത് പലയിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തല്ല, ഇത് സിവിലൈസേഷൻ നമ്മളെ സംബന്ധിച്ച് റീവാലിഡേറ്റ് ചെയ്യൂ, ഒന്ന് പുനരാലോചിക്കൂ, ഒരു വിലയിരുത്തൂ. ഇതിൽ എന്താ നടന്നിരിക്കുന്നത്, ഇങ്ങനെ കൂടെ നോക്കണ്ടേ. ഹംപി ഓറൽ ഹിസ്റ്ററിയിലുള്ള എവിടെ ഇരിക്കട്ടെ, സന്തോഷം. അതൊരു രാമായണ സർക്യൂട്ടിൽ പെട്ടിരിക്കുന്നതാണ്, പഴയതാണ്, 6-7 നൂറ്റാണ്ടിൻ്റെ പരത്രം കാണും, അത് സന്തോഷം. പക്ഷേ ഗ്രന്ഥം എന്താ, ഋഷികവി എന്താ പറഞ്ഞത്? അതിൽ നമ്മൾ പറയുന്നത്, അതിൻ്റെ അകത്ത് നമ്മൾ ഗ്രന്ഥങ്ങളിൽ ഊന്നിയാണ്. ഒപ്പം തന്നെ പ്രകൃതി ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ച് പ്രകൃതി ജിയോഗ്രഫിക്കലായുണ്ട്. അതിൻ്റെ അകത്ത് പ്രകൃതിയുണ്ട്, ജിയോഗ്രഫിയുണ്ട്, ഭൂപ്രകൃതിയുണ്ട്, ഭൂമിയുണ്ട്, പർവ്വതങ്ങളുണ്ട്, ഭൂപ്രകൃതിയുണ്ട്, ഈ പരമ്പരകളുണ്ട്, ദീർഘകാല പരമ്പര. ശ്രീരാമനാമം ദീർഘകാലം ജപിക്കുന്ന ജനതയാണ് നമ്മൾ. സന്ധിക്ക് ഞാനൊക്കെ രാമ 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 ജപിച്ച് തന്നെ വളർന്നു വന്നത്. ശ്രീരാമ ജയം എഴുതിയാണ് പ്രാചീന എല്ലാ ഓലകളും ശ്രീരാമ ജയം എഴുതി അവസാനിപ്പിച്ചിരുന്ന തുടങ്ങിയിരുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ബാലികറാമൽ എന്നുള്ള പ്രയോഗം ഇന്ത്യയിൽ ഒരു ഭാഷയിലും ഇല്ല. ഒരു കാര്യം കൂടെ പറയാം, ജാംബവാൻ്റെ കാലം എന്നൊരു പ്രയോഗം ഇന്ത്യയിൽ ഒരു ഭാഷയിലും ഇല്ല. ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചെന്നാക്കുള്ളൂ. ഞാൻ കുറേ അന്വേഷിച്ചിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചത് ഒരു
നാഗരികതയുടെ ഭാരതത്തിൻ്റെ ഒരു വലിയൊരു ഒരു സംയോജനം ഉണ്ടല്ലോ, ഒരു പുനഃസംയോജനം. കേരളം പൊതുവെ ഇത്തരം ദേശീയതയ്ക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സഭ്യതയാണ്. അപ്പോൾ ഞാനിത് എന്നെ സംബന്ധിച്ച് പ്രസൻറ്റ് ചെയ്തതിന് സ്ലൈഡിൽ ഓടിച്ചു പോവുകയാണ്. ഇതാണ് ഒരു പമ്പാക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഔദ്യോഗികമായി വെച്ചിരിക്കുന്നതാണ്. അതിലേക്ക് അടുത്ത സ്ലൈഡ്. നമ്മൾ ഈ ഗ്രന്ഥത്തിൽ ഒരു ടെക്സ്റ്റ് ബേസ്ഡ് ആർക്കിയോളജി ലോകത്ത് പുതുതല്ല, അതിൻ്റെ ചരിത്രം കൂടിയാണ്. ഗ്രന്ഥത്തിൽ ചരിത്രമുണ്ടോ? എല്ലാവർക്കും സംശയം വരും. ഗ്രന്ഥം വായിക്കാത്തവർക്കും ഗ്രന്ഥം കേൾക്കാത്തവർക്കും അല്ല വാൽമീകിരാമായണം കാണാത്തവർക്കും കേൾക്കാത്തവർക്കും അത് അങ്ങനെ തോന്നാം. പക്ഷേ വാൽമീകിരാമായണം ഒരിക്കലെങ്കിലും വായിച്ചാൽ ആഴത്തിൽ വായിച്ചാൽ അതിൽ ചരിത്രമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകും. പക്ഷേ മറ്റ് രാമായണങ്ങൾ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതിന് അതിൻ്റെതായ താല്പര്യങ്ങൾ കാണും. അതിൻ്റെ അകത്ത് ബാബിലോൺ നഗരം ബൈബിളിൽ നിന്നാണ് ക്ലാഡിയസ് റീഷ് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹത്തിന് അത് വായിച്ചിട്ട് ഇതിൻ്റെ എലുക കണ്ടെത്തുന്നതും അതിൻ്റെ ഗവേഷണം തുടങ്ങുന്നത് അങ്ങനെയാണ്, ഗ്രന്ഥത്തിൽ നിന്നാണ്, ബൈബിളാണ്. അത് 1511 200 വർഷത്തെ ചരിത്രമുണ്ട് അതിനോട്. 2 നൂറ്റാണ്ട്. പെട്ര നഗരം കണ്ടെത്തുന്നത് അങ്ങനെയാണ്. അത് ഓൾഡ് ടെസ്റ്റ്മെന്റ് പഴയ നിയമമാണ്. ട്രോയ് ഷ്ലീമാൻ അത് ഒത്തിരി വിവാദമായതുമാണ്. ഹോബൺ ഇലിയഡിൽ നിന്നാണ് ഊഹം നോക്കി കണ്ടത്. അത് ശരിക്കും പുള്ളി ടോപ്പോഗ്രാഫി വരച്ചു വെക്കുന്നുണ്ട് ആദ്യകാലം. എന്നിട്ട് അതിൻ്റെ ഗവേഷണത്തിന് വ്യത്യാസമാണ്. നിനവ കണ്ടെത്തുന്നത് അങ്ങനെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ലേയാട് അത് കണ്ടെടുക്കുന്നത് 1850കളിൽ. ദ്വാരക 1980 നമ്മുടെ ഈ മഹാഭാരതവും ഭാഗവതവുമാണ്. സരസ്വതി വൈദിക ഋഗ്വേദത്തിൽ നിന്നാണ്. ഹരപ്പയെ പറ്റി സർ ജോൺ മാർഷൽ ചാൾസ് മേസൻ്റെ ഒരു പഴയ കൃതിയുണ്ട്, ഒരു യാത്രാവിവരണം. അദ്ദേഹം ഹരപ്പയിൽ എത്തുന്നുണ്ട്. ആ കാലത്ത് പഴയ അനബാസിസ് ഓഫ് അലക്സാണ്ടർ, അതായത് അലക്സാണ്ടറുടെ എനിക്ക് തോന്നുന്നു ആര്യൻ എഴുതിയ ആ പുസ്തകത്തിൽ ഒരു സാങ്കല എന്നൊരു ഒരു നഗരത്തെ പറയുന്നുണ്ട്. അതായിരിക്കാമെന്ന് ആ പുള്ളി അനുമാനിക്കുന്നു. അത് 1820കളിലെ കൃതിയാണ്. അത് പക്ഷേ ജോൺ മാർഷൽ 1856 അത് വായിക്കുക. അദ്ദേഹം അതിൽ പ്രചോദനമായിട്ട് ആദ്യം വരുന്നത് തന്നെ ഹാരപ്പയുടെ ആദ്യത്തെ സാധനം. പിന്നെ ഒരു 70 വർഷം എടുത്തു കണ്ണിഹാം എഴുതാൻ. അദ്ദേഹവും ആ കൃതി തന്നെ മൂലപ്രേരണം. അപ്പം ഇതൊന്നും നമുക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ പ്രക്രിയ കൊസാംബി തന്നെയാണ് പറഞ്ഞത്. മിത്ത് ആൻഡ് റിയാലിറ്റിയിൽ കൊസാംബി തന്നെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഗ്രന്ഥത്തിൽ ലിറ്റററി എവിഡൻസ് ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിൻ്റെ മുഴുവൻ മൂലം റോമില താപ്പറുടെ ഒക്കെ ഗുരുവായ കൊസാംബി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് മിത്ത് ആൻഡ് റിയാലിറ്റിയിൽ തുടക്കം തന്നെ ആ വാചകത്തിൽ അദ്ദേഹം തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുതിയ രാജ്യതല്ല. പക്ഷേ അതിനെ നമ്മൾ നെല്ലും പതിരും വേർതിരിക്കുന്നതിൻ്റെ ഒരു കലയുണ്ട്, ഒരു ബിരുദമുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ പദ്ധതി അങ്ങനെയാണ്. അടുത്തതിലേക്ക് എന്തുകൊണ്ടിത് ഇനി അത് കുറച്ച് വേണേൽ വൈകാരികമാണ്. ഇത് വൈകാരികമാണ്. ഇങ്ങനൊരു കാര്യത്തെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. എന്തുകൊണ്ടിത് പ്രസക്തമാകുന്നു? കേരളത്തിൻ്റെ കിഴക്കൻ മലയോരത്തിൽ അദ്ദേഹം വരിക മാത്രമല്ല എന്നുള്ളത് ഞാൻ മുമ്പേക്ക് പോകുമ്പോൾ പറയുന്നുണ്ട്, സൂചിപ്പിച്ചിട്ടുണ്ട്. ദീർഘകാലം താമസിച്ചിട്ടുണ്ടെന്നുള്ള മുമ്പിലേക്ക് വരുന്നുണ്ട്. അദ്ദേഹം ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഹനുമാൻ സ്വാമിയെ കണ്ടുപിടിക്കുക. വിത്തൗട്ട് ദ പമ്പ ക്രോസിംഗ് ദർ ഈസ് നോ മീറ്റിംഗ് വിത്ത് ഹനുമാൻ. ഹനുമാൻ റിസൈഡഡ് ഹിയർ. ഹനുമാൻ സ്വാമി ഇവിടെയായിരുന്നു താമസിച്ചിരുന്നത്. പലർക്കും ഞെട്ടലുണ്ടാകുന്നുണ്ട്. ഞാനിതാ ഒരിക്കൽ ആരോടോ പറഞ്ഞപ്പം പ്രധാനപ്പെട്ട ഒരാളോട് ചോദിച്ചു, എൻ്റെ ഭാഷ ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കിഷ്കിന്തി എവിടെയാണ്? ഹനുമാൻ സ്വാമി ഇവിടെയല്ലേ താമസിച്ചത്? ഞാൻ കിഷ്കിന്തി എവിടെയാണെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഹനുമാൻ സ്വാമിയെ പിന്നെ ദൂരെ പ്രതീക്ഷിക്കാൻ പറ്റും. ഭഗവാൻ ശ്രീരാമേന്ദ്രനും ലക്ഷ്മണകുമാരനും കൂടെ പമ്പാതീരത്ത് വെച്ച് ഹനുമാൻ സ്വാമിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, വിത്തൗട്ട് ദ പമ്പയെ കടന്നിട്ട് വന്നിട്ട് ഹനുമാനെ സ്വാമിയെ കണ്ടുമുട്ടില്ലാന്ന് ഒരിക്കലും സുഗ്രീവനുമായിട്ട് സഖ്യം ഉണ്ടാവില്ലായിരുന്നു. 2 രാജ്യങ്ങൾ തമ്മിൽ സഖ്യം കൂടി. അത് നിങ്ങൾ കരുതിക്കും ആദ്യത്തെ പാക്റ്റിനെ പറ്റി. ശരിക്കും വേദത്തെ ചരിത്രമായിട്ട് കാണാം. അതിൻ്റെ ഇതിൽ പൂർവ്വമായിട്ട് പലതുമുണ്ട്. സുഗ്രീവൻ ഇല്ലെങ്കിൽ പടയില്ല. വിത്തൗട്ട് സുഗ്രീവ നോ ആർമി. വിത്തൗട്ട് ദ ആർമി നോ ലങ്ക. ആർമി ഇല്ലെങ്കിൽ ലങ്കയിലേക്ക് മാർച്ചില്ല, ലങ്കയിൽ യുദ്ധമില്ല. വിത്തൗട്ട് ലങ്ക നോ സീത. ലങ്കയിൽ ചെല്ലാൻ ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമല്ല ലങ്കയിൽ നമ്മൾ അമാനുഷനായ നമ്മൾ ഈ പിൽക്കാല ഗ്രന്ഥങ്ങൾ വായിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് വാൽമീകി രാമായണത്തെ കാണരുത്. വാൽമീകി രാമായണത്തിൽ നമ്മൾ ഈ പറഞ്ഞ എല്ലാ മൂല സ്വഭാവത്തിലിനെ കാണാമെങ്കിലും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ സീതയെ പോയതിനു ശേഷമുള്ള കാലം, അദ്ദേഹം കരഞ്ഞുകൂട്ടിയ കാലം, ആ കരച്ചിലിനെ എത്ര തരം കരച്ചിലിനെ വാൽമീകി പറഞ്ഞിട്ടുണ്ടെന്നറിയാം. എത്ര തരം പ്രലപനം, പ്രക്രോശം, എന്തൊക്കെയാണ് പറഞ്ഞിരിക്കും. കാണുന്ന എല്ലാത്തിനോടും സീതയെ കണ്ടോ. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ കൂടെ കാണണം. എനിക്ക് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ഞാൻ വിളിക്കുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ നിങ്ങൾ ഈ കാണുന്ന നമ്മൾ ഈ പറഞ്ഞ ഈ ദിവ്യതരമൊന്നും വാൽമീകി രാമായണത്തിൽ നിന്ന് അദ്ദേഹം അതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ദീർഘമായി നമ്മൾ അദ്ദേഹത്തെ വായിക്കുമ്പോൾ പിന്തുടരുമ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് കാണാൻ കഴിയുക. അല്ല ഇങ്ങനെയുള്ള കാഴ്ചയാണ് എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലായി കണ്ടിരിക്കുന്നത്. അതിനെ ആർക്ക് തെറ്റു പറയാം. അതിൻ്റെ അത് ഹനുമാൻ സ്വാമി ഇവിടെയാണ്. ഇറ്റ് ഈസ് വേർ ഹനുമാൻ ഹിംസെൽഫ് ലിവ്ഡ് ആൻഡ് വേർ ദ എപ്പിക്, ഇതിൻ്റെ ചരിത്രം, ഇതിഹാസം
നിർണായകമായ 7 രൂപം കിട്ട സ്ഥലമാണ്. അതാണ് നമ്മൾ അതിൻ്റെ ഈ ചരിത്രത്തിൻ്റെ രാമായണത്തിൻ്റെ ചരിത്ര പ്രാക്തന ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അതിൻ്റെ ഒരു ഗതാനുഗതികത്വത്തിൽ ഏറ്റവും നിർണായകം, ഏറ്റവും ക്രിട്ടിക്കലായ ഒരു ചരിത്ര സന്ധി ഇവിടെ ഉണ്ടായത്. അതിനെ നിവർത്തിച്ചു ഇവിടെയാണ്. ഒരു സന്ധി ഇവിടെ ഉണ്ടായത്, നിവർത്തിച്ചു ഇവിടെയാണ്. അവിടെ വന്നു ദീർഘകാലം ആതപത്തോടെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ താമസിച്ച മണ്ണ്. അതുകൂടെ ഞാൻ കൃത്യമായി പറയാം, കുറച്ചുകൂടി കൃത്യമായി പറയാം. അപ്പം നമ്മൾ വീണ്ടും പറയുന്നു, നമ്മൾ കൺക്ലൂഷനിലേക്കല്ല, നമ്മൾ ഇൻവെസ്റ്റിഗേഷനിലേക്കാണ്. അതുകൊണ്ട് ഇതെല്ലാം ടെക്സ്ച്വൽ മാനുസ്ക്രിപ്റ്റുകളുണ്ട്, എക്കോളജിക്കൽ, എല്ലാം വെച്ച് നിങ്ങൾ ഗവൺമെൻറ്റിനോട് നമ്മൾ വീണ്ടും പറയുകയാണ്. വീണ്ടും പറയുന്നു, ഹനുമാൻ സ്വാമിയെ കണ്ടില്ലായിരുന്നു, സുഗ്രീവനെ പമ്പയിൽ വന്നില്ലായിരുന്നു, ഹനുമാൻ സ്വാമിയെ കാണില്ലായിരുന്നു. ഹനുമാൻ സ്വാമിയെ കണ്ടതുകൊണ്ടാണ് സുഗ്രീവൻ വാനരപ്പട ലങ്കയിൽ സീതാദേവിയെ തിരിച്ചു കൊണ്ടുവന്നത്. അടുത്തത് ഒന്നാമത് ഇതിൻ്റെ പില്ലറുകളാണ്. ഞാനൊരു 8 10 പില്ലറുകളായിട്ട് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഇതിപ്പോൾ തന്നെ 20 മിനിറ്റായി. ഒന്നാമത് ഋഷികവി വാൽമീകി ഈ പ്രദേശത്തെ സരസ് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ വിളിച്ചിരിക്കുന്നത്. എന്നോട് ചോദിച്ച പ്രധാനപ്പെട്ട ആൾക്കാരാണ്, പക്ഷേ സരസല്ലേ, അങ്ങനെ പറയണോ, അത് പാടില്ലല്ലോ. ഞാൻ പറഞ്ഞ പമ്പാ സരസ്രം, നിങ്ങളത് മാത്രം കേട്ടിട്ട് പമ്പാ സരസ്രം ലോകമനോഹരം ക്രോശമാത്രം വിശാലം വിശദാമൃതം, അങ്ങനെയാണ് അധ്യാത്മ രാമായണത്തിൻ്റെ വിവർത്തനത്തിൽ എഴുത്തച്ഛൻ ചെയ്തിരിക്കുന്നത്. അധ്യാത്മ രാമായണം ഒരു തെലുങ്ക് കൃതിയായിരുന്നു, അറിയാമല്ലോ. അപ്പം വളരെ ചെറിയ ഒരു വെളിപ്പാട് മാത്രമല്ല. ക്രോശത്തിന് കുറച്ചുകൂടി മാനക അളവുകൾ വാൽമീകിയുടെ കാലത്ത് ഒരു അളവ് വെച്ച് നോക്കിയാൽ ഒരു ക്രോശം ഒരു യോജനയ്ക്കൊക്കെ ഓരോ കാലത്ത് അളവുകൾ മാറിക്കൊണ്ടിരിക്കും. കാലപ്രമാണങ്ങൾ മാറും, അളവിൻ്റെ പ്രമാണങ്ങൾ മാറും. നമ്മളെ ഈ നാഴികയ്ക്കും തുടിക്കും നിമേഷത്തിനും കലയ്ക്കും എല്ലാം വ്യത്യാസമുണ്ട്. അതുപോലെ യവത്തിനും അങ്കുലത്തിനും എല്ലാം, യോജനയ്ക്കും ക്രോശത്തിനും എല്ലാം കാലാന്തരത്തിൽ വ്യത്യാസമുണ്ട്. അത് മനസ്സിലാക്കണം. രാമായണത്തിലെ അളവല്ല ഭാരതത്തിലെ അളവ്, ഭാരതത്തിലെ അളവല്ല പുരാണങ്ങളിലെ അളവ്. അതുകൊണ്ട് രാമായണത്തിലെ അളവുണ്ടാകും. ഇനി അത് രണ്ടെടുത്തോളും വളരെ ചെറിയൊരു തടത്തെ പറ്റിയാണ്. അധ്യാത്മ രാമായണ കാലത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നുള്ള ഞാൻ നിഷേധിക്കില്ല. പക്ഷേ വാൽമീകി എന്ത് പറഞ്ഞു? വാൽമീകിയും സരസെന്ന് തന്നെയാണ് പ്രായേണ പല സ്ഥലത്തും കൂടുതലായി പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞാനിത് വായിക്കുന്ന കാലത്തും 15 16 11 വർഷം മുമ്പ് എനിക്കിത് വായിക്കുമ്പം ഈ സരസാണല്ലോ ഇതിൻ്റെ പ്രതിസന്ധി എന്ന് എനിക്കറിയുമ്പോഴും എൻ്റെ മനസ്സിനോട് ദീർഘമായി പറഞ്ഞിരുന്നു, ഉറച്ചേ പറഞ്ഞിരുന്നു, ഇതല്ലാത്ത പാഠമുണ്ട്, നദി എന്നുള്ള നേർക്കുനേരെ വരുന്ന പാഠമുണ്ടെന്ന് എൻ്റെ മനസ്സിനോട് തുടർച്ചയായി പറഞ്ഞു. എന്നോട് ഭഗവാൻ തോന്നിച്ചിരുന്നു, ഞാൻ പറയാം. അത് പിൽക്കാലത്ത് ഈശ്വരവ്യക്തിയെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ അടുത്തതിലേക്ക് വരാം. വാൽമീകി തന്നെ നിർണായകമായ ഒരു സന്ധിയിൽ ഇമാം നദീം ശുഭജല, ഞാൻ പറഞ്ഞില്ല, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരൻ പമ്പയുടെ തീരത്തോടെ നടന്നു വരുമ്പോൾ ഹനുമാൻ സ്വാമി എതിരെ ചെല്ലുകയാണ്. സുഗ്രീവൻ ഇവർ വന്നിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വിടുന്നു, ആരാണെന്ന് അറിയാൻ പറഞ്ഞു വിടുന്നു. അദ്ദേഹം വേഷം മാറി വരുന്നു. ആ രംഗം ഓർക്കുക. ഹനുമാൻ സ്വാമിയെ കണ്ടിട്ട് ഇമാം നദീം, ഈ നദീതീരത്തോട് ഈ ശുഭജലത്തിനടുത്തോട് ഇതിനെ പ്രശോഭിപ്പിച്ചുകൊണ്ട് ആരാണ് എന്ന് ചോദിക്കുന്ന ചോദ്യം ഹനുമാൻ സ്വാമി ചോദിക്കുന്നത്. ആർത്തിൽ പമ്പയെ നദി എന്ന് വിളിച്ച ആദ്യത്തെ ആൾ, ചരിത്രത്തെ ആൾ, നമ്മളെ സംബന്ധിച്ച് ലിഖിത ചരിത്രത്തെ ആൾ ഹനുമാൻ സ്വാമിയോടെയാണ്. ഇത് നമ്മുടെ പമ്പയുടെ തീരത്ത് നടന്നതാണ്. നമ്മുടെ ശബരിമലയുടെ അടിവാരത്തിൽ എവിടെയോ നടന്നതാണ്. ശബരിമലയുടെ അടിവാരോ ചുറ്റുവട്ടത്ത്, അത് നിങ്ങൾ എവിടെയും കൂട്ടിക്കണം. അടിവാരം ഒന്ന് ചുറ്റുവട്ടത്തും ഒക്കെ കൂട്ടിക്കണം. അപ്പോൾ അവർ വന്ന് ശബരിയെ കണ്ടിട്ട് മേലോട്ട് കയറുന്നതിന് ശേഷമാണ് ബാക്കി നടത്തിക്കുന്നത്. പമ്പയുടെ പടിഞ്ഞാറേക്കാർ ശബരി ഇപ്പോഴത്തെ രീതിക്ക് നോക്കിയാൽ അതിനകത്ത് ചില വിഷ്വൽ ഭേദങ്ങൾ കാണും. എന്തായാലും ഇമാം നദീം വാൽമീകി നദീത് പ്രയോഗിച്ചിരിക്കുന്നു. കിഷ്കിന്ധാകാണ്ഡ 4-ാം കാണ്ഡമാണ്. അതിൽ 3-ാം സർഗത്തിൽ 7-ാം ശ്ലോകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുന്നവർക്ക് അതിന് തൊട്ട് മുമ്പ് പമ്പാ തീരരുഹാൻ എന്നും പറഞ്ഞാൽ ചോദിച്ചു. അദ്ദേഹം പറയും, ഈ പമ്പാ തീരത്തൂടെ ഇതിനെല്ലാം ഈ മൃഗങ്ങളൊക്കെ ഇങ്ങനെ തിഷ്ണതയോടെ അവരെയൊക്കെ ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ട് ഭയപ്പെടുത്തിക്കൊണ്ട് എന്നൊക്കെയുള്ള നിലയ്ക്ക് നിങ്ങൾ ഒരു വീരത്വത്തിൻ്റെ ദ്യോതകമാണ്. അപ്പം ആരാണെന്ന് ചോദിക്കുക. അതിൻ്റെ അടുത്തതിലാണ് ഇമാം നദി, ഈ നദീതീരത്തൂടെ. പമ്പാ തീരവും ഒരു തടാക തീരത്തെ കുറിക്കുന്ന വാക്കുകളില്ല. പൊതുവെ പഴയ കാലത്തെ ഇതിൽ തടാകക്കര നമ്മളിവിടെ പറയുന്ന പോലെ തടാക തീരം പൊതു പ്രയോഗമല്ല പഴയത്. അതിൽ നദീം വാൽമീകി ഉപയോഗിച്ചിട്ടുണ്ട്, പമ്പാ തീരം എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഉദകവാഹിനി ഇതിനപ്പുറം ഇപ്പുറമുണ്ട്. അരണ്യകാണ്ഡത്തിൽ 3:75-14 ഉദകവാഹിനി നമുക്ക് വാഹം വരും, പ്രവാഹത്തിലെ വാഹം ഒഴിച്ചുള്ളൂ. വാഹത്തിന് ഇതെല്ലാം പഴയ അർത്ഥങ്ങളാണ്. ഇത് നിന്ന് പഴയ കൃതിയാണ്. വേദ സംസ്കൃതത്തോട് വൈദിക സംസ്കൃതത്തോട് അടുത്ത് നിൽക്കുന്ന ലൗകിക സംസ്കൃതം, അതിൻ്റെ പരിണാമത്തിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കൃതിയായിട്ട് കൂട്ടിക്കോളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന രൂഢി അർത്ഥങ്ങൾക്ക് അപ്രതിധാതുപരമായ അർത്ഥങ്ങളാണ്, പ്രത്യേകിച്ച് വ്യാകരണപരമായ. അതിൽ വാഹം അറിയാമല്ലോ. വഹിക്കൽ മാത്രമല്ല, അത് ചലനവും ഗമനവും. അതുകൊണ്ട് ഉദകവാഹിനി, വാരിവാഹം, പ്രാചീനവാഹിനി. പമ്പയെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തൊട്ടടുത്ത് തന്നെ അത് പറയാൻ വരുന്നുണ്ട്. അവിടെ പ്രാചീനവാഹിനി എന്ന് വിളിച്ചിട്ടുണ്ട്. അത് വേറൊരു എപ്പിസോഡ് അതിലേക്ക് വരുമ്പോൾ അത് വിശദമായി പറയുന്നുണ്ടാവും. അത് കിഷ്കിന്ധാകാണ്ഡത്തിൽ 27-ാം സർഗത്തിൽ 16-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. വാരിവാഹനം കിഷ്കിന്ധാകാണ്ഡം 47-ആണ്. ഇതെല്ലാം ചലനത്തെ കുളിക്കുന്നത്. വാട്ടർ ബെയറിംഗ് എന്ന് പറയുന്ന അർത്ഥമുണ്ട്, ഫ്ലോയിങ് വിത്ത് വാട്ടർ ഉണ്ട്. അതിൽ ഇതിൻ്റെ റൂട്ട് വാഹാണ്. ബോത്ത് ഡെലിവേർഡ് ഫ്രം ദ റൂട്ട് വാഹ് എന്നുള്ള റൂട്ടിൽ നിന്നാണ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ മീനിങ് ടു ക്യാരി, ട്രാൻസ്പോർട്ട് ഓർ ഫ്ലോ, ഇതെല്ലാം വരുന്നതാണ്. അപ്പം
ഓരോ കാലത്തെ അർത്ഥങ്ങളാണ്. ആദിമകാലാർത്ഥം ഈ വാഹനത്തിന് ബൈക്കിൽ മാത്രമല്ല അധിഗമനം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാൽമീകി തന്നെ നദിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ഇത്തരം സമാന ശബ്ദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് കൃതിയുടെ ഒന്നാം പിവട്. അത് വിസ്തൃതമാണ്. ഞാനത് ഇത് ഒത്തിരി പറയാനുണ്ട്. ഞാനിത് ചുരുക്കുകയാണ്. അതൊരു ഹനുമാൻ സ്വാമിയാണ് ആദ്യം നദീം ഇമാം ഇമാം നദീം ശുഭജലം ശോഭയന്താവു എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. അതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ വന്ദിച്ചുകൊണ്ട് അടുത്ത പില്ലർ മാനുസ്ക്രിപ്റ്റ്. ഞാൻ പറഞ്ഞത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു മാനുസ്ക്രിപ്റ്റിൽ ഇത് ഉണ്ടാവും എന്നുള്ളത്. പണ്ടേ ഉറപ്പ്. അത് പക്ഷേ പിന്നീട് നമ്മൾ ഈശ്വരഗത്യത നമുക്ക് കണ്ടത് അത് ബറോഡ ഓറിയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അവരുടെ എന്താ പറയുന്നത് ഇതിൻ്റെ ക്രിട്ടിക്കൽ എഡിഷൻ അത് ചെയ്യുന്ന കാലത്ത് അവർ എനിക്കൊന്ന് 3000-ഓളം കയ്യെഴുത്ത് പ്രതികൾ അവർ പരിശോധിച്ചിട്ട് ചെയ്തത്. അതിൽ എല്ലാം പൂർണ്ണമല്ല. പൂർണ്ണമായത് യോഗ്യമായതിൽ നിന്ന് കുറച്ചെണ്ണം എടുത്തിട്ടാണ്. അത് കുറച്ചെണ്ണേ ഉള്ളൂ അന്നേരം കഴിയുമ്പോഴത്തേക്ക്. അതിൽ കേരളത്തിലേതുണ്ട്. അതോടെ പറയാം. കേരളത്തിൽ 5 എണ്ണം ഉണ്ട്. അതിൽ 2 എണ്ണം കേരളത്തിന് പുറത്ത് നിന്നിരിക്കുന്നത്. അതിൽ ഞാൻ അവരോട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ആളാണ്. എനിക്ക് മറുപടി വന്നിട്ടില്ല. അതിലൊന്നും നേരെ പമ്പ സരസ് എന്നൊന്നുമല്ല, പുഷ്കരണിയല്ല, നേരെ നദി എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. അതെവിടുന്നല്ല, നോർത്ത് ഈസ്റ്റ് നേവാരി. ഒന്നാമത്തേത് നമ്മൾ കാണുന്നത് നേപ്പാളിലാണ്. രണ്ടാമത്തേത് അത് അവിടുത്തെ ബീർ ലൈബ്രറി, കാത്മണ്ഡു ലൈബ്രറിയിൽ കാണാം. അവിടെ പമ്പ നദിയായിട്ട് തന്നെയാണ്. മൈഥിലി വലിയ പ്രസക്തമാണ്. പമ്പ അറിയാമല്ലോ. അവിടുത്തെ മിഥിലയാണ്. ഏതറിയാലോ മിഥില ആരാണ്? മിഥിലാവാസിനി ആരാണ്? അവിടെ രാമായണ ചരിത്രത്തിലെ വലിയ അവിടെ ആ പ്രദേശത്തുള്ള രാമായണത്തിൽ ഒരു പാഠത്തിൽ പമ്പ നദി തന്നെയാണ്. ബംഗാളി ഒരു പാഠത്തിൽ അത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് പമ്പ നദിയാണ്. ദേവനാഗരിയിൽ പമ്പ നദിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിൻ്റെ എഡിറ്ററായ ഡോക്ടർ മങ്കദ് പറഞ്ഞിരിക്കുക, ഡോക്ടർ DR മങ്കദ് 1950 ആ പുസ്തകം നോക്കുക, 456-ാമത്തെ പേജിൽ, ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദെയർ വാസ് എ റിവർ നെയിംഡ് പമ്പ. ഇത്രയും പരിശോധിച്ചിട്ട് കിഷ്കിന്ധ കണ്ടു എഡിറ്റ് ചെയ്ത് ഓരോരുത്തരും എഡിറ്റ് ചെയ്ത് പലരും പലതാണ് എഡിറ്റ് ചെയ്ത്. ഇത് ഡോക്ടർ മങ്കദാണ് അത് ചെയ്തിരിക്കുന്നത്, DR മങ്കദ്. അദ്ദേഹം പറയും ഇതിൽ പമ്പയാണ്. അത് ഒപ്പം ഓരോ സരസം ഉണ്ടാവും, പക്ഷെ പ്രൈമറി നദി തന്നെയാണ്. അതിനടുത്ത് മതംഗ സരസിനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. വാൽമീകി രാമായണം മതംഗ സരസിനെ പറ്റി. അതിൻ്റെ അടുത്ത് ആ പ്രദേശത്ത് ധാരാളം ഇതല്ല. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കൊച്ചുപമ്പയും കക്കിയാനത്തോടും ഒക്കെ നിറഞ്ഞ സരസിലൊക്കെ മൂടിപ്പോയി. അതാണ് ഗ്രന്ഥം പാഠഭേദങ്ങൾ. നദി എന്ന് പറഞ്ഞ പാഠങ്ങളുണ്ട്. വാൽമീകി മുമ്പ് നദിയായിട്ട് തന്നെ പറഞ്ഞത്. ഇതല്ല തന്നെ പാഠങ്ങളിൽ പൂർണ്ണമായിട്ട് സരസും പുഷ്കരണി ഒഴിവാക്കി നദി തന്നെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് വീണ്ടും ഞാനൊരു ഭാഷ്യത്തിൻ്റെ വരുന്നത്, അത് മുമ്പോട്ട് പോകുമ്പോൾ വരാം. അതിൻ്റെ അത് വരുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു ഭാഗം കൂടെ വരുന്നുണ്ട്. അത് അടുത്ത് ഇതിൻ്റെ ഈ തുടർച്ചയ്ക്ക് വേണമെങ്കിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് അവതരിപ്പിക്കും. പക്ഷേ ഞാൻ പുറകോട്ട് പോവാം. ഇത് എന്നെ സ്വാധീനിച്ചതാണ്. ഇത് എന്നെ ഇതിലേക്ക് കയറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ എക്കോളജിക്കൽ ഫുട് പ്രിൻ്റാണ് ഈ പ്രകൃതി. അത് ഫ്ലോറയും ഉണ്ട്, ഫോണയും ഉണ്ട്. ഇന്നും പെരിയാർ ടൈഗർ റിസർവ് അവിടെയാണ്, അതറിയാമല്ലോ. അത് എത്രയോ ശാർദൂലത്തെ പറ്റിയും വ്യാഘ്രത്തെ പറ്റിയും നരിയെ പറ്റിയും പറഞ്ഞിരിക്കുന്നു. ശിശുനാഗങ്ങൾ, വലിയ ശിശുനാഗം നമ്മൾ പാമ്പെന്ന് വലിയ, നമ്മൾ ചെറിയാനോട്ട് ഓർത്താൽ മതി. ഈ കബന്ധൻ വഴി പറഞ്ഞു കൊടുക്കുന്ന അവിടെ കൃത്യമായിട്ട് എത്ര സ്ഥലത്ത് ഇതിന് താഴെ മുഴുവൻ ശിശുനാഗങ്ങളുണ്ട്. ഇതിനെ ഞാൻ പറയുന്നത് വലിയാനോട്ടം ചെറിയാനോട്ടം ഓർത്താൽ മതി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുക. അങ്ങനെ ധാരാളം ഈ പച്ചപ്പ് മുഴുവൻ, മരങ്ങൾ മുഴുവൻ തന്നെ, ജ്ഞാനാശോകം, പുന്നാകം, ചമ്പകം, നമ്മൾ ഈ കാണുന്ന മരുത്, പൈന്, സ്ഥലം സ്വാഭാവികമായിട്ടും പൈന, പന, അങ്ങനെ ഒരു മഴക്കാട്ടിലുള്ള മുഴുവൻ സാധനവും കൊതി പിടിപ്പിക്കുന്ന. പിന്നെ പൂക്കൾ. ഈ പ്രദേശത്ത് ഈ പെരിയാർ ടൈഗർ റിസർവിൽ 1900-ഓളം പൂക്കളുടെ വംശങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വസന്തത്തിൻ്റെ അഗ്നിയായിരുന്നു അദ്ദേഹം വരുമ്പോൾ. വിരഹിയായിരുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്രനോട് വരുമ്പോൾ. സീതാപകരണത്തിൽ സീത അന്വേഷിച്ച് വരികയാണ്, മാതാ സീതയെ കരഞ്ഞു വിഷമിച്ച് വരുന്നതാണ്. പക്ഷെ ഇവിടുത്തെ വസന്തം കണ്ടിട്ട് വസന്തത്തിൻ്റെ അഗ്നി കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ തപിക്കുന്നുണ്ട്. വസന്തത്തിൻ്റെ അഗ്നി എന്ന പ്രയോഗം വാൽമീകി രാമായണത്തിൽ പറഞ്ഞു. ഞാനത് 2016-17 ഞാൻ എഴുതിയിട്ടുണ്ട്. വസന്തത്തിൻ്റെ അഗ്നിയും കാത്ത് വരട്ടാറെന്ന് പറയാൻ നമ്മൾ ഇത് ആദ്യമായിട്ട് എഴുതുന്നത് ഹരിതകേരള മിഷന് കൊടുക്കുന്ന ഇതിൻ്റെ തലക്കെട്ടാണ്. അത് ഈ തീരത്തെ കൈതകിപ്പൂവിന് ഇത്രയും സുഗന്ധം ഉണ്ടെന്ന് എഴുതി ചോദിച്ചാൽ നമ്മൾ നിർത്തിയിരിക്കുന്നത്. കൈതപ്പൂവിന് എത്രയോ നമ്മളെ കൊതിപ്പിക്കുന്നത്. കുരുക്കുത്തി മുല്ലയും കർണികാരവും കരവീരവും അങ്ങനെ എത്ര വേണേൽ പറയാം. നീലോത്പലത്തെ പറ്റിയും എന്താ പറയുന്നത്, കുവലയത്തെ പറ്റിയും അങ്ങനെ നമ്മൾ അവിടുത്തെ മരങ്ങളെ പറ്റിയും ചെടികളെ പറ്റിയും പൂക്കളെ പറ്റിയും തന്നെ മാത്രം എത്രയോ ശ്ലോകങ്ങൾ. ഇത്രയും വിസ്തൃതമായ ഒരു തടത്തെ ആദികവി വർണ്ണിച്ചിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇത്രയും വിസ്തൃതമായ ആദികവി ഒരു തടത്തെയും വർണ്ണിച്ചിട്ടില്ല. ഞാൻ ഗംഗയെ പറ്റി പറയുന്നു, തമസയെ പറ്റി പറയുന്നു, ഗോമതിയെ പറ്റി പറയുന്നു, ഗോദാവരിയെ പറ്റി പറയുന്നു, നർമ്മദയെ പറ്റി പറയുന്നു. ഒരു സ്ഥലത്തെ പറ്റിയും ആദികവി ഇത്രയും വർണ്ണിച്ചിട്ടില്ല. അരണ്യകാണ്ഡത്തിൽ കിടക്കുന്നു എത്രയോ സ്ഥലം, കിഷ്കിന്ധാകാണ്ഡത്തിൽ എത്രയോ സ്ഥലം, എത്രയോ ശ്ലോകങ്ങൾ. എനിക്ക് തോന്നുന്നു 250-300 ശ്ലോകങ്ങൾ ചുരുക്കം വരും ഇതെല്ലാം മൊത്തം കണക്കെടുക്കുമ്പോൾ.
മൊത്തം കണക്കെടുക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് പിന്നെയും പോകണം. ഞാൻ പറഞ്ഞത് ഇവിടം കൊണ്ട് തീരുന്നില്ല. കബന്ധൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് തെക്കോട്ട് നടക്കുന്ന വഴിയുണ്ട്. അതൂടെ പറയാം. ഞാൻ പറഞ്ഞത് നമ്മൾ ഈ കിഴക്കെന്ന് പറഞ്ഞ ഒരു സ്ഥലത്തു നിന്ന് ഇവിടുത്തെ ഒരു വലിയ കാലസന്ധയിൽ ഇവിടെ വലിയ പുറപ്പാട് നടത്തി ഇവിടുന്ന് പോകുന്നുണ്ട് തെക്കോട്ട്. ഇതിൽ പറയുന്നു, അടുത്ത സ്ലൈഡിൽ കാണാൻ നിങ്ങൾ അത്ഭുതപ്പെടും ഞാൻ പറഞ്ഞിട്ട്. അതിൽ ഇത് മുഴുവൻ ഇത് പൂക്കളെ ഇതിനെപ്പറ്റി ഞാൻ എത്ര വേണേ പറയാം. ഇതിനെപ്പറ്റി മാത്രം ഞാൻ വേണേ പറയാം. ഇത് മഴക്കാടിനെ പറ്റിയാണ് പറയുന്നത്. വലിയ മഴക്കാട്, ഇടതൂർന്ന, അല്ലാതെ ഇല്ലപ്പൊഴിയും കാടിനെ പറ്റിയല്ല പറഞ്ഞത്. വലിയ മഴക്കാടിനെ പറ്റി, ഇടതൂർന്ന മരങ്ങൾ നിൽക്കുന്ന നദീതീരത്തുള്ള, ഇല്ല ധാരാളം നദിയോരത്ത് നിത്യീർപ്പം വേണ്ടതിൻ്റെ ധാരാളം. ഞാൻ ഉദാഹരണത്തിന് കണ്ടത് ഒത്തിരിയൂണ് ഇതിനകത്തുണ്ട്. അപ്പം തന്നെ ഈ ഹംസം, കാരണ്ടവ, നല്ല മണൽപ്പരപ്പിനെ പറ്റി പറയുന്നു. വലിയ വഴുക്കില്ലാത്ത പാറയെപ്പറ്റി പറയുന്നു. മണൽപ്പരപ്പിനെ പറ്റി നല്ല ഭംഗിയായി പറയുന്നു. ഒഴുക്കുള്ള നദിയെ സൂചിപ്പിക്കുന്ന പ്രയോഗങ്ങൾ തന്നെ. അതാണ് എക്കോളജിക്കൽ. അത് ഒത്തിരി ഉണ്ട്. അത് ഏവിയൻ ഫ്ലോറ ഫോണ ഉണ്ട്. അതായത് വനജാലങ്ങൾ, പച്ചപ്പ്, ഒപ്പം ഈ പറഞ്ഞ എല്ലാം അങ്ങോട്ടേക്ക് പോകുമ്പോൾ സിംഹത്തെയും പറയുന്നുണ്ട്. ആന, സിംഹം, കരടി, വൃക്ഷം ധാരാളമുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം. നമ്മൾ ഈ പശ്ചിമഘട്ടത്തിൽ ഇതേപോലെ തന്നെ സിംഹവാലൻ സംരക്ഷിതമാണ്. ഇതിൻ്റെ അകത്ത് വാനരന്മാർ, വൃക്ഷം, കരടി, ഗോലാങ്കുലം, ഈ 3 വർഗ്ഗങ്ങളാണ് ഇദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നത്. അതെന്തും ആയിക്കോട്ടെ. ഈ ഗോലാങ്കുലം എന്ന് പറഞ്ഞാൽ ഗോപുച്ഛമുള്ള ഒരു തരം കുരങ്ങന്മാരാണ്. വാനരന്മാരല്ല, ഗോപുച്ഛമുള്ള. അതിന് സമാനമായി ഇപ്പോൾ നമ്മൾ ഈ സിംഹപുച്ഛമുള്ള കുരങ്ങന്മാരെ കാണുന്നത്. സത്യത്തിൽ പഠിക്കുന്നവർ പലരും പറഞ്ഞു ഇത് ഗോപുച്ഛം എന്ന പഴയ പ്രയോഗം ഇത് ഇവിടുത്തെ വെച്ചിട്ടല്ല പറയുന്നത്. ഇത് ലയൺ മക്കാവ് പല സ്ഥലത്തുണ്ടല്ലോ. ഇതിന് ലയൺ മക്കാവ് എന്നാണ് പറയുന്നത്. ഇത് വേണം, ഞാനത് കാണിച്ചില്ലെന്നേ ഉള്ളൂ. അത് ലയൺ മക്കാവ് എന്നാണ് പറയുന്നത്. പക്ഷേ അത് അന്വേഷിച്ച് പോയവർ ഇതിനെ മൃഗാന്വേഷികൾ, രാമായണാന്വേഷകരല്ല, മൃഗാന്വേഷികൾ ഇതിനെ പ്രാചീന കാലത്ത് ഇതിൻ്റെ അകത്ത് ഈ വംശങ്ങളുടെ പ്രാർത്ഥന എടുത്തെടുക്കുന്നവർ അങ്ങനെ ആരോ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലയൺ മക്കാവ് എന്ന് പറയുന്നത് പ്രാചീന കാലത്തിൽ ഗോലാങ്കുലം എന്ന് പറഞ്ഞിരുന്നത് തന്നെയാണ്. ഗോലാങ്കുലം, ഗോവിൻ്റെ കൂട്ടുപാലുള്ള. അപ്പോൾ ഇവിടെ ധാരാളം കാണാം. ഞാനത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. അത് അപ്പം തന്നെ നിങ്ങൾ നോക്കൂ, ഹംപി നോക്കൂ. ഹംപി ഇതാണ് 600. ഇതിപ്പോൾ ഇന്നത്തെ ചരിത്രമാണ് പറയുന്നത്. ഇതൊരു 6000-7000 വർഷത്തെ ചരിത്രത്തിൽ പോട്ടെ 1000 മില്ലിമീറ്റർ മഴ പെയ്തിട്ടുണ്ട്. ഇത് 4000-4500 മില്ലിമീറ്റർ മഴ പെയ്യുന്ന ഒരു മഴക്കാടായത്. ഇതൊരു മഴ നിഴൽ പ്രദേശം. ചരിത്രത്തിൽ അങ്ങേ തലകൾ തൊട്ട് മഴ നിഴൽ പ്രദേശം. ഇതിന് താഴേക്ക് ഗോദാവരി, ഡെക്കാൻ പീഠഭൂമിയുടെ താഴേക്ക് പഴയ ദണ്ഡകത്തിൻ്റെ ഗോദാവരി തൊട്ട് അങ്ങോട്ട് കിടക്കുന്ന സ്ഥലത്ത് ഇതിലും പച്ചപ്പുണ്ടായിരുന്നു. അവിടെ ഇല്ലപ്പൊഴിയും കാടുണ്ടായിരുന്നു. 7000, 8000, 10000 വർഷക്കാലത്ത്. ഇവിടെ പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇവിടെ ഒരു C4 ഷ്രബുകളാണ്, കുറ്റിച്ചെടികളാണ്. ഇത് ഹംപിയെക്കുറിച്ചാണ്. ഇത് ഹംപിയിൽ 600-640 സെൻറ്റിമീറ്റർ മഴ, അല്ല മാത്രം മില്ലിമീറ്റർ മഴ ഇപ്പോഴുള്ളൂ. അതിലൊരു 1000 മില്ലിമീറ്റർ മഴ പണ്ടുണ്ടായിരുന്നിരിക്കാം. എന്നാൽ പോലും അവിടെ ഇതിന് യാതൊരു സാധ്യതയില്ല. ഞാൻ ഹംപിയെ ചെറുതാക്കില്ല. ഹംപി മഹത്താണ്. പക്ഷേ ഇത് നമുക്ക് അങ്ങനെ ഒരു തീസിസിന് അങ്ങനെ പറയേണ്ട ഒരു സ്വഭാവമുണ്ട്. അവരെന്നോട് പൊറുക്കട്ടെ. അത് അടുത്തത് രാവണൻ. ഇതേ കാര്യം തന്നെ രാവണൻ. ഭഗവാൻ ശ്രീരാമേന്ദ്രൻ അവിടുന്ന് വന്ന ചരിത്രമാണ് നമ്മളീ പറയുന്നത്. ഇതേ കാര്യം രാവണൻ ഇവിടുന്ന് മാതാ സീതയെ അപഹരിക്കാൻ ലങ്കയിൽ നിന്ന് തെക്കൂന്ന് അങ്ങോട്ട് പഞ്ചവടിയിലേക്ക് ഒരു പോക്കുണ്ട്. അത് പൊതുവെ ആരും കണ്ടിട്ടില്ല. ഇതന്നെ ആരും കണ്ടിട്ടില്ല. ഇതാരും കണ്ടിട്ടില്ല. ഇത് കണ്ടവരല്ല ഹംപിന്ന് അങ്ങോട്ട് പോയാണ്ട്. ഇത് കേരളത്തിൽ തന്നെ ആരും കണ്ടിട്ടില്ല. അവിടെ നമ്മൾ അത്ഭുതപ്പെടും പ്രിയപ്പെട്ടു. അതിൻ്റെ പടം ഞാൻ ഇങ്ങനെ തന്നെ വരച്ചിരിക്കുന്നത്. അദ്ദേഹം പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ? അത് താരതമ്യേന ആദ്യം നമുക്ക് തീരപ്രദേശം കാണാം. ലങ്ക മുറിച്ച് കിടക്കുകയാണല്ലോ. അഗസ്ത്യകൂടം വഴി, പൊന്മുടി വഴി ഇങ്ങോട്ട് കയറുക. അത് കുറച്ചൊരു തീരപ്രദേശത്തോട് വരുന്നതായിട്ട് അവിടെ വായിക്കാൻ കിട്ടുന്നത്. അതിൽ അതിനൊരു പ്രയോഗമുണ്ട്. കദലയത് അടവി സംക്ഷോഭം നാളികേര ഉപശോഭിത, നാളികേരത്താൽ പരിശോഭിത, ഉപശോഭിതമായ നാട്. ഏതാ നാളികേരത്താൽ ഉപശോഭിതമായ നാട്? ചരിത്രത്തിൽ എന്നാ നാളികേരോട് വന്നെന്ന് ഇവർ പറയുന്നത്? അതിപ്രാചീനമായ വാൽമീകി രാമായണം പറയുന്നു നാളികേര ഉപശോഭിതമായ. അതുകൊണ്ടായിരുന്നു കൃത്യമായി ഇവിടെ നാളികേരം നിൽക്കുന്നത്. കദളി സ്വാഭാവികമായിട്ട്, വാഴ ചിത്രകൂടത്തിലും വാഴയുണ്ട്, പഞ്ചവടി. അതുകൊണ്ട് ഞാൻ അതിനെ പ്രസക്തമായി കാണുന്നില്ല. വാഴ അവിടെ എല്ലാം ഉണ്ട്. അവിടെ പനസം അവിടെയുണ്ട്. പശ്ചിമഘട്ടം കയറുന്ന തൊട്ട് നമുക്ക് കാണാം. പശ്ചിമഘട്ടത്തിൻ്റെ തൊട്ട് പുറകിൽ ശതപുരം അവിടേക്ക് വരുമ്പോഴേ നമുക്ക് അതിനെ കാണാൻ. വാഴകളെ അറിയാം, വാഴ അവിടെയുണ്ട്. വാഴയെപ്പറ്റി നമ്മൾ പ്രസക്തമായി കാണുന്നത്. വാഴ ഇവിടുത്തെ മുഴുവൻ പ്രയോഗം കദളിയാണ്. പക്ഷെ നാളികേര ഉപശോഭിത. ഈവൻ ദ വില്ലൻസ് ഫൈറ്റ് പാത്ത് നെയിംസ് കേരളം. രാവണൻ പോകുന്ന വഴിയിലും രാവണൻ കാണുന്ന കാഴ്ച ഇതാണ്. ഒപ്പം തന്നെ അത്ഭുതപ്പെടുത്തുന്നത്
അതിലും അത്ഭുതപ്പെടുത്തും. ഇതന്നെ അത്ഭുതപ്പെടുത്തുവാണ്. അവിടെ നാളികേരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാളികേരം നാരികേലം പടവേലം നാളികേരം നാരികേലം രണ്ടും ഇത് തന്നെയാണ്. അവിടെ ഗ്ലിസ്റ്റനിങ് വിത്ത് തെങ്ങിൻ തോപ്പുകളാൽ വല്ലാതെ ശോഭ പൂണ്ട് നിൽക്കുന്ന നാട്. ആലോചിച്ച് നോക്കുക. ഏത് നാടാണ് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതിലും അല്പം അവിടെ താഴെ ഇതങ്ങോട്ട് പറഞ്ഞിട്ട് ഈ ശ്ലോകം കഴിഞ്ഞിട്ട് താഴേക്ക് ഇത് എവിടെയാണെന്ന് അറിയാം. അരണ്യകാണ്ഡം 35 സർഗത്തിൽ 13 ശ്ലോകം തൊട്ട് താഴേക്ക് വരുന്നത്. അവിടെ താഴേക്ക് വരുമ്പം കുരുമുളക് പറയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. മരീചം ജാതി പറയുന്നു. മരീചം ജാതി ഇതൊക്കെ എല്ലാ പാഠങ്ങളിലും പറഞ്ഞു. ഞാനിത് മുഴുവൻ പാഠങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഇപ്പോട്ട് ഞാൻ അകൽ ഇവിടെ പറയുന്നുണ്ട്, തമലം പറയുന്നുണ്ട്, ചില അതിൻ്റെ ഒരു അങ്കോലം പറയും. ഈ അങ്കോലം പൊതുവെ നമുക്കിവിടെ അല്ല തക്കോലം പറയും. തക്കോലം പാഠത്തിലും തെറ്റാണ്. തക്കോലം ഈ പ്രദേശത്ത് പൊതുവിൽ കുറവാണ്. അതുകൊണ്ട് അത് കങ്കോലമാണെന്ന് പറയുന്ന പാഠങ്ങളും ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അതേ ശ്ലോകം പോയി നോക്കുന്നവർക്ക് കാണാൻ വേണേൽ എന്നോട് തർക്കിക്കാവുണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ മരീചം ഉള്ള ദേശം, ഈ മാരീചനെ തപ്പിപ്പോകുന്ന യാത്രയിലേക്ക് പറയുന്നത്. മാരീചനെ തപ്പിപ്പോവാണ് സീതാദേവിയെ പിടിക്കുന്നതിനല്ല, മാരീചനെ തപ്പി മാരീചനെ പ്രേരിപ്പിച്ച് മാനാക്കി വിട്ട് ആദ്യം ഒന്ന് മാരീചനെ കണ്ടെടുത്ത് മാരീചൻ അന്ന് ആദ്യം ഒന്ന് ഓടിച്ച് തിരിച്ചു വിടുന്നുണ്ട്. നീ പോയി പണി നോക്കുമോ രാമൻ. ഞാൻ ഒരിക്കൽ അദ്ദേഹം എന്നെ പരിക്കേൽപ്പിച്ച വിശ്വാമിത്രനുമായിട്ടുള്ള കാലത്ത് എന്നെ പരിക്കേൽപ്പിച്ച രാമൻ, അദ്ദേഹം മഹാനാണ്, അദ്ദേഹത്തെ ഏറ്റുമുട്ടാൻ പറ്റുന്നതല്ല. നിന്നെ അങ്ങനെ പിന്നീട് വീണ്ടും ശൂർപ്പണഖ കരഞ്ഞ് വിളിച്ച് തിരിച്ചു കൊണ്ടിരുന്ന ആദ്യം അകമ്പനൻ പോകുന്നു. ആദ്യം അവിടെ അത്ര യാത്ര വിസ്തൃതമായിട്ട് പറയുന്നില്ല. ഈ രണ്ടാം യാത്രയിൽ ഇത് വിസ്തൃതമായി പറയുന്നുണ്ട്. അതിലാണ് കേരളത്തിൻ്റെ മരീചവും ജാതിയും ഇതെല്ലാം വരുന്നത്, നാളികേരവും. വീണ്ടും പറയുന്നു, വില്ലനായ രാവണനും ഇതേ സാധനം കണ്ടു. നാളികേര ഉപശോഭിതം ജാതിയും. ഇപ്പം ഞാൻ മരീചദേശത്ത് അവിടെ മരീചപന്മാരെന്നുള്ള ഋഷിമാരെ പറയുന്നുണ്ട് ധാരാളം പേര്. രാവണന്റെ യാത്രയിൽ ഇവിടുത്തെ സിദ്ധന്മാരെ മുഴുവൻ, ഈ മുനിയറകൾ ഇവിടെ മുഴുവൻ മുനിയറകൾ കിടക്കുകയാണ്. ഈ സിദ്ധന്മാരെ മുഴുവൻ പറഞ്ഞ രാവണന്റെ യാത്രയ്ക്കകത്ത്, ഭഗവാന്റെ യാത്രയ്ക്കകത്ത് പറയുന്നില്ലല്ലോ. രാവണന്റെ യാത്രയ്ക്ക് സിദ്ധന്മാരെ, മരീചപന്മാരെ, ബാലകല്യന്മാരെ, വൈഖാനസന്മാരെ മുഴുവൻ ഇവിടെ പറയുന്നുണ്ട്. ഈശ്വരത്തിൽ അഗസ്ത്യകൂടം തൊട്ട് ഇങ്ങോട്ട് കിടക്കുന്നിടത്ത് മുഴുവൻ പറയുന്നത്. പഞ്ചവടിയുള്ള ദൂരമാണെങ്കിൽ തുടക്കം നമുക്ക് കൃത്യമായിട്ട് കാണാം. അതിൽ മരീചപന്മാർ, ഞാൻ ഈ മരീചമുള്ള ദേശത്തെ ആളാണോ മാരീചൻ തപ്പി കുറേ അന്വേഷിച്ച് നടന്നില്ല. എനിക്ക് ഇതൊരു ഉത്തരം കിട്ടില്ല. അതായത് കുരുമുളക് ധാരാളമുള്ള ദേശത്ത് വസിച്ചുകൊണ്ടാണ് മാരീചൻ എന്ന പേര് വന്നത്. അന്വേഷിച്ചിട്ടുണ്ട്, കിട്ടിയില്ല. പക്ഷേ ഇവിടുന്നല്ല, അദ്ദേഹത്തെ കുറച്ചുകൂടെ അങ്ങ് പഞ്ചവടിക്ക് അടുത്ത് നിന്നിട്ടാണ് മാരീചൻ താമസിച്ചിരുന്നത് എനിക്ക് തോന്നുന്നു. ജനസ്ഥാനത്തിൻ്റെ അതിരിൽ എവിടെ തന്നെയാണ് മാരീചൻ താമസിച്ചിരുന്നത്. എന്തായാലും അടുത്തത് 5-ാം പില്ലർ. അടുത്തത് മലയ ഋഷ്യമുഖം. ചരിത്രത്തിൽ ഭാരതത്തിൽ സപ്തകുലപർവ്വതങ്ങളുണ്ട്. അതിൽ നമുക്ക് പ്രസക്തമായത് പറയാം. അത് അപ്പോൾ അല്ലെ മഹേന്ദ്ര മലയ, സഹ്യ, ശുക്തിമാൻ, അങ്ങനെ പോകുന്ന ശുക്തിമാൻ, ഋഷവാൻ, വിന്ധ്യൻ, ഈ പറഞ്ഞ പോലെ പരിയാത്ര, അങ്ങനെ സപ്തകുലപർവ്വതങ്ങളുണ്ട്. ഇതാണ് ചരിത്രഗതിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ളത്. ഇത് മഹാഭാരതത്തിൽ ഭീഷ്മപർവ്വത്തിൽ പറയുന്നതാണ്. അതിൽ മലയോ സഹ്യവും 2 പർവ്വതങ്ങളാണ്. ഇന്നത്തെ വെസ്റ്റേൺ ഘാട്ട്സ് എന്ന് നമ്മൾ ഈ പശ്ചിമഘട്ടം പറയുന്ന അന്നത്തെ കാലത്ത് നീലഗിരിയോ അല്ലെങ്കിൽ പാലക്കാട് ചുരം വരെ, ഏകദേശം ഒന്നിൽ പാലക്കാട് ചുരം വരെ അല്ലെങ്കിൽ വയനാട് ചുരം വരെ സഹ്യനും, എൻ്റെ അനുമാനത്തിൽ പാലക്കാടൻ ചുരം വരെയാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ള മലയവുമാണ്, മലയപർവ്വതമാണ്. ഹനുമാൻ അദ്ദേഹത്തെ നമ്മുടെ ഇതിൽ ധർമ്മശാസ്ത്രാവിൻ്റെ സഹസ്രനാമത്തിൽ അദ്ദേഹത്തെ മലയാചല ഭൂവാസേ എന്ന് വിളിച്ചിട്ടുണ്ട്. മലയാചല വാസഭൂവേ നമ എന്ന് വിളിച്ചിട്ടുണ്ട്. ധർമ്മശാസ്ത്രാവ് ശബരിമലയിലിരിക്കുന്നത് മലയാചലമാണ്. അതുകൊണ്ട് മലയെന്ന് പറയുന്ന ഭാഗം നമ്മുടെ ഈ ഭാഗമാണ്. പ്രായേണ ഇതിൻ്റെ അകത്ത് പിൽക്കാല പുരാണങ്ങളിൽ ചിലയിടത്ത് ഈശ്വൽ ഭേദങ്ങളില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇന്ന് ആദിമ സ്ഥാനത്തെ പറ്റിയാണ് പറയുന്നത്. ഇത് മഹാഭാരതം പറയുന്നതാണ്. പ്രാക്തനമായ നമ്മുടെ ഈ ഭുവനകോശങ്ങൾ മുഴുവൻ പറയുന്നത് ചെറിയ ചെറിയ ഭേദങ്ങൾ ചില പുരാണങ്ങൾക്ക് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിൽ സഖിൽ നിന്ന് ഗോദാവരി തൊട്ട് തുംഗഭദ്ര കാവേരി വരെ സഖിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മലയത്തിൽ നിന്ന് കൃതമാല, താമ്രവർണ്ണി, പുഷ്പജ, ഉൽപ്പലാവതി. പമ്പ എവിടെ നിങ്ങൾ ചോദിക്കും. പമ്പ നേർക്കേറെ ആ കാലത്ത് ഇത് മഹാഭാരത കാലമാണ്. ഈ കാലത്ത് പമ്പയിൽ നേർക്കേറെ അതിനകത്ത് പറഞ്ഞ ആ പേരതിനകത്ത് പറയുന്നില്ല. പക്ഷെ കൃതമാല പറയുന്നുണ്ട്. കൃതമാല മലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. നമ്മൾ ഈ മലയെ ഋഷ്യമുഖം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നടക്കുന്ന വാൽമീകി രാമായണത്തിൽ പറഞ്ഞ ഈ പ്രദേശത്ത് ഈ ഋഷ്യമുഖം, കിഷ്കിന്ധ എന്ന് പറയുന്നത് എല്ലാം മലയപർവ്വതത്തിലാണ്. ആ മലയപർവ്വതത്തിന് ഒരു മുടിയാണ് ഋഷ്യമുഖം. അത് അതുകൊണ്ടാണ് ഋഷ്യമുഖം എന്ന് പറയുന്നത് മലയത്തിൻ്റെ ഒരു ഭാഗമാണ്. മലയം പാലക്കാട് തൊട്ട് താഴോട്ടുള്ള ഭാഗമാണ്. പഴയ കുലപർവ്വതങ്ങൾ മഹേന്ദ്രവും മലയ സഹ്യ ഇങ്ങനെയാണ് പറഞ്ഞത്. മലയവും സഹ്യവും രണ്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം
അതിൽ നമ്മൾ ഇത് പകർത്തി എഴുത്തുകാർ പല കാലത്തും ഇത് കൂട്ടിക്കുഴച്ച് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ പല സ്ഥലത്തും 1-2 ശ്ലോകങ്ങളിൽ കാണാനും പറ്റും. അവരിപ്പോൾ പറയാം. അപ്പോൾ കൃതമാല പക്ഷേ വൈകിയാണ് അംഗീകരിച്ചിട്ടുണ്ട്. മത്സ്യപുരാണ പ്രകാരം മത്സ്യാവതാരം നടക്കുന്നത് ദ്രാവിഡ ദേശത്താണ്, ദ്രാവിഡേശ്വരൻ്റെ അടുത്താണ്. അവിടെ കൃതമാലയാണ്, വൈഗ നദിയാണെന്ന് സമ്പൂർണ്ണമായിട്ട് എല്ലാവരും അംഗീകരിച്ചതാണ്. മഹാഭാരതത്തിൽ കൃതമാല ഭഗവാൻ ബലരാമൻ വരുന്നതും കുളിക്കുന്നതും പറയുന്നുണ്ട്. ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഒക്കെ ചരിത്രത്തിൽ വലിയ തരത്തിൽ ഈ കൃതമാല പറയും. ഈ വൈഗ നദി ഇത് പമ്പയാറിൻ്റെ, നമ്മുടെ പമ്പ ഉത്ഭവിക്കുന്ന പുളിച്ചമലയുടെ നേരെ ഏകദേശം കിഴക്കൻ പള്ളം, ഒരു മലയുടെ ഈ പള്ളത്തിൽ നിന്ന് ഈ പള്ളത്തിൽ നിന്ന് പമ്പ ഉത്ഭവിക്കുന്നു. ഏകദേശം അല്പം മാറി അടുത്ത പള്ളത്തിൽ നിന്ന് അങ്ങോട്ടേക്ക് ഈ വൈഗ ഉത്ഭവിക്കുന്നു. സഖിനിൻ്റെ മലയത്തിൻ്റെ അപ്പുറം ഇപ്പുറം. അതുകൊണ്ട് തന്നെ മലയത്തിൽ ഉത്ഭവിക്കുന്ന കൃതമാലയുടെ പടിഞ്ഞാറൻ പള്ളത്തിൽ നിന്നാണ് പമ്പ ഉത്ഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയത്തിൽ നിന്നാണ്, ഇത് മലയപർവ്വതമാണ്, മലയപർവ്വതത്തിലാണ് കാര്യം നടക്കുന്നത്. സഹ്യനിൽ നിന്നാണ് തുംഗഭദ്രയ്ക്ക് അടുത്താണ് ഹംപി. എന്നോട് പറയുന്നത് സഹ്യനിൽ തുംഗഭദ്രയ്ക്കലാണ് ഹംപി തുംഗഭദ്രയുടെ തീരത്താണ്. അത് സഹ്യനിൽ നിന്നാണ്. ഈ കഥ മുഴുവൻ നടക്കുന്ന മലയപർവ്വതത്തിലാണ്. ഈ പ്രദേശം ഈ നമ്മൾ ഈ പറയുന്ന കിഷ്കിന്ധ ഇരിക്കുന്ന മലയപർവ്വതത്തിലാണ്. മതംഗവനം മലയപർവ്വതത്തിലാണ്. ശബരി മലയപർവ്വതത്തിലാണ്. പ്രസ്രവണം മലയപർവ്വതത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ എനിക്ക് പുഷ്പജ ഉൽപ്പലാവതിയും രണ്ടും നദിയെ വിസ്തൃതമായി വാൽമീകി വർണ്ണിച്ചിരിക്കുന്ന ധാരാളം പുഷ്പങ്ങൾ നിറഞ്ഞ, ധാരാളം നീരോൽപ്പലങ്ങൾ നിറഞ്ഞ നദിയായിട്ട് ധാരാളം പമ്പ. ഇതിലേതോ ഒന്ന് പമ്പ തന്നെ ആവാമെന്ന് എൻ്റെ അനുമാനം. തുറന്നു പറയാം. താമ്രവർണ്ണിയും കൃതമാലയും മാത്രമല്ല, അന്ന് ഏതോ ഒരു ചരിത്രത്തിൻ്റെ ഏതോ ഒരു കാലത്ത് ഈ നദിക്ക് അങ്ങനെയും പേരുണ്ടാവും, നമ്മൾക്കറിയില്ല. അതുകൊണ്ട് ഈ വിഷ്ണുപുരാണം, മത്സ്യപുരാണവും എല്ലാം ഇതിനെ വിഷ്ണുപുരാണം ഐഡന്റിഫൈസ് മലയാസ് സദേൺ. വിഷ്ണുപുരാണം നേർക്കേരെ പറയുന്നുണ്ട്. വിഷ്ണുപുരാണവും എനിക്ക് തോന്നുന്നു മത്സ്യപുരാണം നേർക്കേരെ പറയുന്നുണ്ട്. തുംഗഭദ്ര സഖിയിൽ നിന്നാണ് വരുന്നത്, കൃതമാലയും താമ്രവണ്ണിയും മലയത്തിൽ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത്. വിഷ്ണുപുരാണം അല്ല, മലയ സദേൺ നമ്മുടെ ഈ ഭാഗം കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഹനുമാൻ ഇല്ലേ, ഋഷ്യമുഖാത്തു ഹനുമാൻ എന്ന് പറഞ്ഞ ശ്ലോകമുണ്ട്. കിഷ്കിന്ധാകാണ്ഡ 5. അതിൻ്റെ ഹനുമാൻ ഹാവിംഗ് ഗോൺ ഫ്രം ഋഷ്യമുഖ ടു ദാറ്റ് മൗണ്ടൻ മലയ റിപ്പോർട്ടഡ് ടു ദ കിങ് ഓഫ് ദ മങ്കി അബൌട്ട് ദ 2 രാഘവസ്. ഇവരെ കണ്ടുമുട്ടിയതിനു ശേഷം ഋഷ്യമുഖത്തിൽ നിന്ന് മലയത്തിലേക്ക് അതിൻ്റെ ഈ തൊട്ടടുത്താന്ന് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഋഷ്യമുഖം മലയത്തിലൊരു കൊടുമുടിയാണ്. ഈ അവരെ ക്രിട്ടിക്കൽ എഡിഷൻകാർക്ക് അവർ അങ്ങനെയും കൂടി സംശയം പറഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം മാറ്റി വെക്കാം. മലയൊന്നൊരു വിസ്തൃത റേഞ്ചിൽ ഒരു കൊടുമുടിയായിരിക്കാം. ഒരു കൊടുമുടി, അതിൻ്റെ ഉപകൊടുമുടിയാവാം ഋഷ്യമുഖം എന്നുൾപ്പെടെ അവർ പറഞ്ഞു. പക്ഷേ അതല്ല, മലയം വലിയ കുലപർവ്വതമാണ്, പഴയ കുലപർവ്വതമാണ്. അതുകൊണ്ട് സപ്ത കുലപർവ്വതങ്ങളൊന്ന് മലയമാണ്. അത് നമുക്ക് തെക്കേക്കുള്ളതാണ്. തെക്ക് എവിടെ വരെ എന്നുള്ളത് മുമ്പോട്ട് പോകാം. അതിൻ്റെ അകത്ത് വേറെ ചില ഈശ്വൽ ഭേദങ്ങൾ പിന്നെയും വരും. അപ്പം അടുത്തത് ആറിൽ നമ്മുടേത് അതിൽ ഇത് ഒരു വേണമെങ്കിലൊരു കുറച്ചുകൂടെ എനിക്ക് അടുക്കി പെറുക്കാൻ സമയക്കുറവുകൊണ്ടാണ്. ഇതിൽ മറ്റ് ചില തെളിവുകൾ, അത് ഞാൻ 6-ാം കാണ്ഡമാണ്, അത് പക്ഷേ കുറച്ച് മുമ്പോട്ട് പോയിട്ട് പറയാം. അത് നമ്മൾ അടുക്കി പെറുക്കി ചെയ്യുമ്പോൾ നല്ല ധൃതി വെച്ച് ചെയ്താണ്. അടിയന്തരമായിട്ട് കൊടുക്കണം. ഞാൻ വെച്ച് കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് കൊടുക്കാൻ വെച്ച് ധൃതി വെച്ച് ചെയ്തുകൊണ്ട് ചെയ്താണ്. ഈ 6-ാം പില്ലറിലേക്ക് പറ്റുമെങ്കിൽ തിരിച്ചു വരാം. അതിലേക്ക് അടുത്തത് ശബരി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനിത് പറയുന്ന എല്ലാവരോടും ചോദിക്കാറുണ്ട്, ദേവി ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തിലെ ഏറ്റവും പഴയ ഒരു ക്ഷേത്ര സങ്കേതം, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്ര സങ്കേതങ്ങളിലൊന്ന്, ലോകത്തെ ഏറ്റവും കൂടുതൽ ചുരുങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾ കൂടുന്നു, അത്രയോ വരുമാനമുള്ള ക്ഷേത്ര സങ്കേതം, അതിപ്രാചീനമൊന്നും ആർക്കും സംശയമില്ല. അത് ആ ഒരു ശബരിമല ശബരിയുടെ പേരിലുണ്ട്. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ശബരിയെ കണ്ടിട്ടുണ്ട്. അതിവിടെയാണെന്ന് എത്ര പേർക്കറിയാം? നമ്മൾ ഈ കടന്നു പോകുന്ന ശബരിമലയിലെ ശബരിപീഠമോ പമ്പയുടെ പടിഞ്ഞാറേക്കടലിൽ ശ്രീരാമപാദം എന്ന് പറയുന്ന സ്ഥലത്തും ഇവിടെ വെച്ചിട്ടാണ് അദ്ദേഹം ശബരിമാതാവിനെ കണ്ടിരിക്കുന്നത്. ഒരു വനചാരണിയായ മതംഗ ഋഷിയുടെ ശിഷ്യയായിരുന്ന ശബരിമാതാവിനെ കണ്ടിരിക്കുന്നത്. ഒരു സംശയം വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ആ മല ശബരിമലയായത്. അത്രയും വലിയ, അതിനപ്പുറത്തൊരു സത്യത്തിലൊരു തെളിവല്ല. അതിനപ്പുറത്തൊരു സത്യത്തിൽ ഏറ്റവും വലിയ ഷീറ്റ് ആങ്കർ അതാണ് ശബരിമല. അത് പക്ഷെ ആർക്കും അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. അവിടെ കബന്ധൻ പറയുന്നതാണ്, അതറിയാം. അരണ്യകാണ്ഡത്തിൽ അങ്ങോട്ട് പോകൂ, നീ പടിഞ്ഞാറേക്ക് പോകൂ, അവിടെ മതംഗ ഋഷിയുടെ ശിഷ്യ, മതംഗ ഋഷി മറ്റെല്ലാവരും കടന്നു പോയിരിക്കുന്നു. ശബരി മാതാവുണ്ട് പമ്പയുടെ. അവരുടെ അടുത്തേക്ക് ചെല്ലാൻ അവിടെ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. കബന്ധൻ മതംഗ അവിടുന്നേക്ക് അവിടുന്ന് ശബരിയുടെ അവിടുന്ന്
ശബരിയുടെ മാതാ ശബരിയുടെ മോക്ഷവും ഒക്കെ നടക്കുന്ന സ്ഥലം. അത് ശബരിപീഠം, ശബരി ഭസ്മതീർത്ഥം എന്ന് പറയുന്നത് ശബരിയുടെ മാതാ ശബരിയുടെ അന്ത്യേഷ്ടി നടന്ന ഭസ്മം വീണതാണ്. അത് നമുക്ക് എത്ര പേർക്കറിയാം. അങ്ങനെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട ശബരി എവിടെ നിൽക്കുകയാണ് നമ്മളിതെല്ലാം ചിന്തിക്കുന്നത്. നിങ്ങൾ എത്ര പേർക്കറിയാം താഴെ കാട്ടിൽ നമ്മൾ ഈ KSRTC സ്റ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ ത്രിവേണി പാലത്തിന് കുറേ പുറകിൽ റോഡിന് വലതുവശത്ത് താഴെ ഇന്നത്തെ കക്കിയാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കോട്ട് പഴയൊരു രാമവാദമുണ്ട്. അത് സംരക്ഷിക്കപ്പെടുന്നില്ല. അവിടെ പണ്ട് പോയിട്ടുള്ളവർ പറയുന്നുണ്ട്. അത് തമിഴന്മാർ. ഞാൻ തമിഴന്മാരുടെ ഉള്ളവരോട് സംസാരിച്ചപ്പം അയ്യപ്പ ഭക്തരോട് അവർ പണ്ട് അവരുടെ തലമുറ പണ്ടെങ്ങാണ്ട് പോയിട്ട് അവിടെ ഒരു പഴയൊരു മുദ്രയോ പാദമോ ശിവലിംഗമോ ഒക്കെ കണ്ടിട്ടുണ്ട്. ആരും സംരക്ഷിക്കപ്പെടുന്നില്ല. അവരിൽ ചിലരിത് ഔദ്യോഗിക സംരക്ഷിക്കപ്പെടുന്നതിന് പ്രധാനമന്ത്രിക്കും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടത്. അവരൊരു തെലുങ്ക് ഗ്രൂപ്പാണ്. ഞാൻ അവരോട് സംസാരിക്കണം. അവരിങ്ങനെ നെറ്റിൽ കണ്ടപ്പോൾ ഞാൻ സംസാരിക്കണ്ടേ. അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അത് അവിടെ ശ്രീരാമപാദമുണ്ട്. അത് പമ്പയുടെ പടിഞ്ഞാറേക്കരയാണ്. പമ്പയുടെ പടിഞ്ഞാറേക്കരയിൽ വെച്ചിട്ടാണ് കാണുന്നതായിട്ട് ഗൗരവമായി പറയുന്നുണ്ട്. ശ്രീരാമപാദം പമ്പയുടെ പടിഞ്ഞാറേക്കരയിലാണ്. പക്ഷേ ശബരി പമ്പയുടെ അങ്ങേക്കരയിലാണ് പീഠം നിൽക്കുന്നത്. ഞാൻ വൈകാരികമായി ശബരിയുടെ നിങ്ങൾ ആ ഭാഗത്ത് ഇങ്ങനെ ഭഗവാൻ വന്നിരിക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ കഴിഞ്ഞാൽ വല്ലാത്തൊരു വികാരമാണ്. പമ്പയുടെ പടിഞ്ഞാറേക്കരയിൽ ശബരിപീഠത്തിൽ നമുക്കത് അങ്ങനെ ഒന്ന് കാണാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ത്രിമാന മാപ്പിൽ നമ്മളങ്ങനെ കാണുമ്പോൾ വല്ലാതെ വികാരപ്പെടാറുണ്ട്. എന്തായാലും അതിനും അല്പം തന്നെ പമ്പ ഗണപതി കോവിലിൽ എന്നോട് ചേർന്ന് ഭഗവാൻ ശ്രീരാമേന്ദ്രനും ഹനുമാൻ സ്വാമിക്കും ക്ഷേത്രങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല. മറന്നു പോരുത്, ഭഗവാൻ ശ്രീരാമേന്ദ്രനോട് ക്ഷേത്രമുണ്ട്. അപ്പം ശബരി ആശ്രമമുണ്ട്, ശബരി മോക്ഷം കിട്ടിയ സ്ഥലം, ഭസ്മക്കുളമുണ്ട്, മതംഗവനം. ആ കാണുന്ന വനത്തെ മതംഗം ഇപ്പോഴും പഴയ തമിഴ് ഇതിൻ്റെ അകത്ത് നമ്മളെ മറന്നുപോയി. തമിഴ് ഇതിൻ്റെ അകത്തെല്ലാം മതംഗവനമാണ്. അവിടെയാണ് രാമൻ പമ്പ കടക്കുന്നത്. സത്യത്തിൽ രാമനല്ല ആദ്യം പമ്പ കടന്ന്, സത്യത്തിൽ രാവണനാണ്. പമ്പ അതിക്രമിച്ചു എന്ന് ചരിത്രത്തിൽ ആദ്യത്തെ വാക്ക് നമുക്ക് വരുന്നത് രാവണൻ സീതാദേവി കൊണ്ട് അതിക്രമിക്കുമാണ്. പമ്പ അതിക്രമ്യ എന്ന് പറയുന്നത്. പമ്പ കടന്നു എന്നുള്ള പ്രയോഗം ആദ്യം രാവണ, അത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ത്രേതായുഗത്തിൽ അപ്പോൾ നമ്മളത് മാത്രം ഓർത്താൽ മതിയായിരുന്നു. മാതാ ശബരി വന്ന സ്ഥലം അതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട്. ശബരിപീഠം നിൽക്കുന്നു, എല്ലാം നിൽക്കുന്നു. ശബരിമല തന്നെ നിൽക്കുന്നു. ഒരു കാര്യം കൂടെ പറയാം. തമിഴ് കഥകളിൽ ലെയർ ബൈ ലെയറാണ്. തമിഴ് കഥകളിൽ വാമൊഴിയിൽ ഇപ്പോഴും മകരവിളക്ക് ശബരി മാതാ ഭഗവാൻ ശ്രീരാമേന്ദ്രനെ കണ്ട ദിവസമാണ്. അതാണ് ആ ദിനം. ഒപ്പം 2 കഥകളുണ്ട്, ഒരു പാഠഭേദങ്ങളുണ്ട്. ഒപ്പം അതേ കഥയിൽ തന്നെ വേറൊരു കാലത്തുണ്ടായ കഥയിൽ വേറൊരു കൂട്ടം ആൾക്കാർ പറയുന്ന കഥയിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അതിതേജസ്വി ഒരു ആളവിടെ അത് ഇരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം കണ്ടിട്ട് ഭഗവാൻ ശ്രീരാമേന്ദ്രനെ കണ്ട് എഴുന്നേറ്റ് വന്ന് അവർ അഭിവന്ദിച്ചു. അപ്പം ആരാണെന്ന് ഭഗവാൻ ചോദിക്കുമ്പോൾ ഇത് ധർമ്മശാസ്താവാണെന്ന് പറയുന്ന ഒരു പാഠം കൂടി അവിടെയുണ്ട്. അതിൻ്റെ ഓർമ്മയാണെന്ന് പറയുന്ന 2 പാഠം. ഭഗവാൻ ശ്രീരാമേന്ദ്രൻ മാതാ ശബരിയെ കണ്ടാണ് തമിഴ് കഥകളിനകത്തുണ്ട്. ഒപ്പം ഈ കഥയുടെ ഇങ്ങനൊരു പാഠഭേദം കൂടി ഉണ്ട്, അതുകൂടെ പറയാം. അതും പറയണം. പഴയ കഥകളാണ്, പഴയ കഥകൾ. അപ്പോൾ ഞാൻ 6-ാം പില്ലർ വിട്ടിട്ടുണ്ട്. ഇത് 7 ശബരി മറന്നു പോരുത്. ശബരിമല തന്നെ മതി, വേറെ ഒന്നും വേണ്ട. അവിടെ ശ്രീരാമപാദം, ഇനി ശബരിമല പോകുന്നവരാ ശ്രീരാമപാദത്തിൽ ഇറങ്ങണം. അത് സംരക്ഷിക്കണം അവരാവശ്യപ്പെടുന്നു, നമ്മളും ആവശ്യപ്പെടുന്നു, സംരക്ഷിക്കണം ശ്രീരാമപാദം. അടുത്തത് എന്നെ സംബന്ധിച്ച് അടുത്തത് ഒരു 1-2 കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ട് പുറകേക്ക് പോവാം. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നമ്മൾ പാഠങ്ങളെപ്പറ്റി പറഞ്ഞു, ഭാഷ്യങ്ങളെപ്പറ്റി പറഞ്ഞു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഷ്യങ്ങളിൽ വന്നത് മാധവയോഗി. അദ്ദേഹം 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് കാലത്ത് കാഞ്ചീപുരത്ത് ജീവിച്ച ആളാണ്. അതല്ല, കാളഹസ്തിയിലാണെന്നും പറയുന്നുണ്ട്. അദ്ദേഹം മാധവയോഗി എന്ന അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം, അതിൽ ഏറ്റവും പ്രധാനം, അതിൽ ഒന്നാമത് തന്നെ കിഷ്കിന്താടം തുടങ്ങുമ്പോൾ തന്നെ പുഷ്കരണി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. നിങ്ങൾ സരസിനെ പറ്റി പറഞ്ഞാലും പുഷ്കരം പോലും താമര വളരുന്നുള്ള അർത്ഥത്തിലുള്ളല്ലോ, അത് തടാകം എന്നുള്ള അർത്ഥത്തിൽ പിൽക്കാലത്ത് വന്നതാണ്. അതിനുൾപ്പെടെ അദ്ദേഹം നദീനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പുഷ്കരണി. പമ്പയെ സരസിന് പകരം പുഷ്കരണി വ്യാഖ്യാനിച്ച് തുടങ്ങുന്ന ആ കിഷ്കിന്താടത്തിൽ 1-ാം ശ്ലോകത്തിനകത്ത് പുഷ്കരണി വരുന്നത്, സതതാം പുഷ്കരണി അങ്ങനെ തുടങ്ങുന്നത്. അങ്ങനെ കണ്ട ആ പുഷ്കരണിക്ക് തന്നെ നദീന്ന് വ്യാഖ്യാനിച്ചോളാം. അതിന് നദീന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു. ഞാൻ 1680 1790 ആ കാലത്ത് കണ്ട് ജീവിച്ചിരുന്ന ആളാണ് അദ്ദേഹം. അതിനകത്ത് എന്നെ പോലും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫുഡ് നോട്ട് തപ്പി ഇങ്ങനെ ഈ നദീ പ്രയോഗങ്ങളുടെ ഈ ക്രിട്ടിക്കൽ വിഷയം തപ്പി പോകുമ്പോഴാണ് പഴയ കൃതി നമുക്കൊരിക്കലും കണ്ണിപ്പെടില്ല. യാദൃശ്യം നമ്മുടെ കണ്ണൂർ കേരളം, സംസ്കൃതത്തിൽ കേരളം എന്ന് കിടക്കുന്നു. ഫുഡ് നോട്ട് ചെറിയ അക്ഷരത്തിൽ പിഞ്ചി. അപ്പം ഞാനത് പോയി നോക്കിയപ്പോൾ ഈ ശ്ലോകം കണ്ടത്, അതായത് ബാഹുരേന പ്രസാരിത ഇതി അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു. കേരളവത് ദക്ഷിണോ ഹസ്തോ ദിയതേതി, ഇതൊരു പ്രയോഗമുണ്ട്, കേരളവത്. അത്
ഈ മാധവയോഗി പ്രശസ്തമായ ഏറ്റവും, അതായത് ഭക്തി, അധ്യാത്മം ഇതിനൊന്നും ഇല്ലാതെ കൃത്യമായി വാൽമീകി രാമായണത്തെ പഠിച്ച് വ്യാഖ്യാനിച്ചിരിക്കുന്ന ആളാണ്. അത് മലയാളീകരിക്കാനും ദേശീയമായിട്ട് തിരിച്ചു കൊണ്ടുവരാനുള്ള വലിയ പ്രയത്നം കൂടെ നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അമൃതകാട് മാധവയോഗിയുടെ, അദ്ദേഹം മലയാളിയല്ല, കാഞ്ചീപുരം തൊട്ട് കാളഹസ്തി വരെ പറയുന്നത്, എന്തായാലും പോട്ടെ, കാഞ്ചീപുരമാണെന്ന് കൂട്ടിക്കൂ. അദ്ദേഹത്തിൻ്റെ ഈ അതിൻ്റെ അകത്ത് അദ്ദേഹം 1675 1750 ആ കാലം ഒന്ന് കൂട്ടിക്കുക ഏകദേശം. അതിൻ്റെ അകത്ത് ഈ ഓൺ ഹനുമാൻസ് വെൽക്കമിങ് ജസ്റ്റർ അറ്റ് ദ ഫസ്റ്റ് മീറ്റിംഗ് വിത്ത് രാമൻ, ഞാൻ പറഞ്ഞല്ലോ പമ്പയുടെ തീരത്ത് ഇമാം നദി എന്ന് പറഞ്ഞ് ആ പറയുന്ന ഹനുമാൻ സ്വാമി ഹസ്തദാനം നടത്തി ഇവരെ, അത് നമുക്ക് കല്യാണം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പ്രദേശം അദ്ദേഹം അവിടുത്തെ ആ ചരികൾ മുഴുവൻ കേരളമായിട്ട് നമുക്ക് തോന്നും. നമ്മളല്ലാതെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അത് ഞാൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട്, ഇത് 16-ാം നൂറ്റാണ്ട് 17-ാം നൂറ്റാണ്ട് കാലത്ത് അന്നത്തെ മലയാളിയല്ല, അന്നത്തെ വലിയ വ്യാഖ്യാതാവ്, രാമായണത്തിൻ്റെ ഏറ്റവും ആധികാരിക വ്യാഖ്യാനം എന്ന് പറയപ്പെടുന്ന വ്യാഖ്യാനം ചെയ്ത ആൾ പറയുന്നു, ഇത് കേരളത്തിൻ്റെ ശൈലി, ഹനുമാൻ സ്വാമി കാണിച്ചിരിക്കുന്ന കേരളത്തിൻ്റെ ശൈലിയാണ് ഇങ്ങനെ കൈനീട്ടി സ്വീകരിക്കുന്നത്. വിത്ത് ദ ആം ഔട്ട്സ്ട്രെച്ച്ഡ് ഇൻ സല്യൂട്ടേഷൻ ദ റൈറ്റ് ഹാൻഡ് ഈസ് ഗിവൺ ഇൻ ദ കേരളം മാനർ. അതാണ് കേരളവത് എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചിരിക്കുക. അദ്ദേഹം പറഞ്ഞിരിക്കുക അവിടെ, ഇത് കണ്ടിട്ട് ഈ ഹനുമാൻ സ്വാമി കാണിക്കുന്നത് ഇത് കേരളത്തിൻ്റെ രീതിയാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മാധവയോഗി, അതാണ് കേരളവത്ത്. അത് തമിഴിലാണ്, കിഷ്കിന്ധാണ്ഡത്തിലാണ്. കിഷ്കിന്ധാണ്ഡത്തിൽ ആ ശ്ലോകം വരുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ വിട്ടുപോയി. കിഷ്കിന്ധാണ്ഡത്തിൻ്റെ ആ ഒരു നല്ല ഭാഗത്തുണ്ട്. ഈ മുമ്പ് പറഞ്ഞല്ലോ 3 കിഷ്കിന്ധ ആദ്യം പറഞ്ഞ 3-7 മൂന്നാം സർഗത്തിൽ 7 ആ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അതിന് തൊട്ടുമില്ല പമ്പാ തീരുഹാൻ എന്ന് പറയുന്ന ആ ഭാഗത്ത് തന്നെയാണ് വരുന്നത്. അപ്പം വലത്ത് നീട്ടി ഈ കാണിക്കുന്ന ഈ ചേഷ്ടയാണ് കേരളത്തിൻ്റെ ശൈലിയാണെന്ന് പറയും. ഇത് നമ്മളതിനെ ആലോചിച്ചാൽ മതി. പഴയ നമ്മൾ കാണുമ്പോൾ ഈ വലത്തെ കൈ ക്ഷയിക്കാനല്ല ഇത് പറയുന്നത്. നമ്മുടെ പഴയ ആൾക്കാരെ കാണുമ്പോൾ എങ്ങനെ പെരുമാറിയിരുന്നത്. നമസ്കാരം നമ്മൾക്ക് കുറച്ചുകൂടെ വൈകിയാണ് വന്നത്, ഓർത്താൽ മതി. അപ്പോൾ അത് 3 നൂറ്റാണ്ട് മുമ്പ് ഒരാൾ പറഞ്ഞിരിക്കുകയാണ്, വ്യാഖ്യാതാവ്. നമ്മുടെ മലയാളിയല്ല, അന്ന് മലയാളം തമിഴും ഉണ്ട്. ഇത് കേരളമാണെന്ന് ഇത് മലയാള ശൈലിയാണല്ലോ. അതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഈ വൈദികമായ സാധനങ്ങൾ അവിടെ, അത് മുഴുവൻ കേരളീയ ശൈലി നമുക്കവിടെ കാണുന്നത്. ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന ഭക്തി ഇതെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അതൊരു മാധവയോഗി ഭാഷ, അത് മുമ്പേ പറയേണ്ടതായിരുന്നു. അപ്പോൾ അത് കേരളവത്ത് എന്നൊരു പ്രയോഗം. ഒപ്പം തന്നെ നമ്മൾ ഇനിയും ഈ ശബരിക്ക് പുറകിൽ നമ്മുടെ ഈ ചില ശബരി പോലെ തന്നെ ചില ട്രഡീഷൻസിനോട് ബന്ധപ്പെടുത്തുന്നത് അതുകൂടെ പറയാം. പ്രദേശമായിട്ട് ബന്ധപ്പെടുന്നത് പറയുമ്പോൾ എനിക്ക് ചില സങ്കോചമുള്ളതാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് കുറുമള്ളൂർ ശ്രീഭൂതനാഥ സർവസം ചെയ്ത് കുറുമള്ളൂർ 40കളിൽ മേലോട്ട് കയറിപ്പോയിട്ടുണ്ട്, പമ്പയ്ക്ക് മേളിലേക്ക്. അന്ന് അദ്ദേഹം പോയി ഉള്ളാടന്മാരെയൊക്കെ വിളിച്ചിട്ട് രാമപാദവും കിഷ്കിന്ധ അവിടെ പോയി കാണുന്നുണ്ട്. ആ കാലത്ത് രാമപാദവും പമ്പ ത്രിവേണിന്ന് മേലോട്ട് കയറിയിട്ട് രണ്ടും കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഉള്ളാടന്മാരെ കൊണ്ട് കാണിച്ചിരിക്കുന്നത്. അവിടെ പലതും കണ്ടിട്ടുണ്ട് അദ്ദേഹം. അവിടെ മനുഷ്യവാസത്തിന് എല്ലാം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അത് മറ്റു പലരും ആ കാലത്ത് കണ്ടിട്ടുണ്ട്. അതിൽ രാമായണത്തിൽ വനചാരികളെയൊക്കെ പറയുന്നത് അതെല്ലാം ഗുരുജന ഉള്ളാടരാണ്. പാലിയോ ശിലായുഗ മനുഷ്യരുടെ ഉൾപ്പെടെ നമുക്ക് സംശയം തോന്നുന്നത് പലതുമുണ്ട്. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അവിടെ ശിലായുഗ അഭിലേഖങ്ങൾ കാണും. അവിടെ ധാരാളം ഈ പമ്പ ബേസിലെ ഈ മെഗാലിത്തുകൾ, ഈ മുനിയറകൾ, മെൻഹിറുകൾ ധാരാളം കണ്ടുപിടിക്കുന്ന സ്ഥലമാണ്. ഈ എൻ്റെയർ അവിടെ തുടങ്ങിയോട് മുഴുവൻ മുനിയറകളാണ്. അതിൻ്റെ വിവിധ രീതികൾ, അതായത് ചക്കക്കാനം എന്നുള്ള സ്ഥിതി നമ്മുടെ നെടുങ്കണ്ടത്തിന് ചക്കക്കാനം ചെല്ലുമ്പോഴത്തേക്ക് 3500 BC വരെ സൂര്യമുദ്ര അങ്കരം ചെയ്തിരിക്കുന്ന സാധനങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ഇൻഡസ് കാലത്തോടൊന്നൊക്കെ പറഞ്ഞ നിൽക്കത്തിൽ അവർ കണ്ടിട്ടുണ്ട്, അവരുടെ വ്യാഖ്യാനത്തിലാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് അവിടെ പഴയ വാമൊഴിയിൽ ഗിരിജനങ്ങളും വനചാരികളും പറയുന്നത് ഇവിടെ രാമപാദവും കിഷ്കിന്ധയും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഞാൻ ശിലാഭിധാനം എന്ന് പറഞ്ഞ കിഷ്കിന്ധാണ്ഡത്തിൽ കബന്ധൻ വഴി പറഞ്ഞു കൊടുക്കുമ്പം അരണ്യകാണ്ഡത്തിൽ പറയുമ്പോൾ ശിലാഭിധാനം പറയും സുഗ്രീവൻ ശിലാഭിധാനം എന്നൊരു വ്യവസ്ഥയിലാണ് താമസിക്കുന്നത്. അവിടെ ഗുഹയനുസരിച്ച് അടുത്ത് പൊയ്കയും ചെറിയതൊക്കെ, അതെല്ലാം സമാനം തോന്നുന്ന തരത്തിൽ ഇവിടെ ഉണ്ട്. നമ്മൾ ASIയോട് അവിടെ എക്സ്കവേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ പറയാൻ. അപ്പോൾ അതൊന്നും പറഞ്ഞില്ലേ. ഇതിൻ്റെ ഞാൻ എഴുതിയ എന്താ പറയുക, ഈ ചരിത്രം ഒരു വംശം ഉണ്ടാക്കിയതല്ല. ദ ഫോറസ്റ്റ് പീപ്പിൾ അവരിപ്പോഴും ഓർക്കുന്നു. കുറുമള്ളൂരിനെ കൊണ്ടുപോകുന്നത് വീണ്ടും ഞാൻ പറയുന്ന ഉള്ളാടന്മാരാ, അവരാണ് കൊണ്ടുപോകുന്നത്. അവർ നമ്മളെപ്പോലെ ഈ ലിഖിത ചരിത്രം എഴുതുന്ന ഈ പറഞ്ഞ വലിയ ദുരന്തരന്മാരൊന്നും ഉണ്ടാക്കില്ല. പാവപ്പെട്ട ജനത അത് തന്നെയാണ്. അത് തന്നെ വേറൊന്നുകൂടെ പറയാം. അത് തന്നെ വീണ്ടും ഒരു കാര്യം കൂടെ പറയാം. അത് തന്നെ ഈ KR ശ്രീനിവാസ് എന്ന് പറഞ്ഞ വലിയൊരു ആർക്കിയോളജി, വലിയൊരു പാലിയോ ആർക്കിയോളജിസ്റ്റ് ഉണ്ടായിരുന്നു. പാലിയോ ആന്ത്രപ്പോളജിസ്റ്റും ഒക്കെയാണ് അദ്ദേഹം.
അത് അദ്ദേഹം അഞ്ചനാട് നമുക്ക് ഞാൻ ഈ വാനര സാമ്രാജ്യത്തിൽ ഒരു നോർത്തേൺ എൻഡ് നമ്മുടെ ഈ ഇടുക്കി അപ്പുറത്തോട്ട് അഞ്ചുനാടാണ് പാണ്ഡവരൊക്കെ വരുന്ന ഭാഗം കൊണ്ട് പോകുന്നത്. അഞ്ചുനാട് അവിടെ പഴയ നമ്മൾ ഈ അഞ്ചുനാട് അവിടെ ഈ പാലിയോ ഈ ചിത്രണങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളതാണ്. എനിക്കൊന്ന് ഗ്ലിഫുകളും കണ്ടെത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടെ ഉൾപ്പെടെയുള്ളിടത്തെയും ഈ മെഗാലിത്തുകൾ, പഴയ മുനിയറുകൾ ഉൾപ്പെടെ മെൻഹറുകളൊക്കെ കണ്ടെത്തി ശേഖരിക്കുന്ന കാലത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കുരങ്ങ് പട്ടട, ഈ കുരങ്ങ് പട്ടട പിൽക്കാലത്ത് ഇളങ്കുളമൊക്കെ വല്ലാതെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കുരങ്ങ് പട്ടടയെന്നും 53 ASI പബ്ലിഷ് ചെയ്ത കുരങ്ങ് പട്ടടയെന്നും പിന്നെന്താ പറയുന്നത് വാലിവീടെന്നും ബാലിയാണ് അവരെന്നിട്ട് പറയുന്നത് രാമായണ പാരമ്പര്യമാണെന്ന് പറയുന്നത്. അത് ഞാൻ വായിച്ചു. LA കൃഷ്ണയ്യർ പിൽക്കാലത്ത് കേരള മെഗാലിത്സ് ആൻഡ് ദെയർ ബിൽഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് അദ്ദേഹം KR ശ്രീനിവാസനെ ഉദ്ധരിക്കുന്ന ഞാൻ കണ്ട. KR ശ്രീനിവാസൻ ഞാൻ പല വർഷത്തെപ്പെട്ട് അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ASI പബ്ലിഷ് ചെയ്തതാണ്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പബ്ലിഷ് ചെയ്തതാണ്. ഡോക്യുമെന്റ് അഞ്ചനാട് മെഗാലിത്സ് ഇൻ കാർഡമാൻ ഹിൽസ് ട്രാക്ക് നിയർ പമ്പ ബേസിൻ. പമ്പ ബേസിൻ്റെ അങ്ങേപ്പുറത്തോട്ട് വരും, നിയറാണ്, കുറച്ച് വടക്കോട്ടാണ്. അതെന്താ വാലിവീടും കുരങ്ങ് പട്ടടയിലും ലിങ്ക് ടു ലോക്കൽ ലെജൻഡ് ഓഫ് ദ മങ്കി ഹോട്ട്സ് ദാറ്റ്. അവർ വാനരവംശവുമായിട്ട് ബന്ധപ്പെട്ട് രാമൻ്റെ പരമ്പരയുമായിട്ട് ബന്ധപ്പെട്ട പഴയ വീടുകളായിട്ടും പഴയ മുനിയറുകളായിട്ടും അവരുടെ പൂർവ്വവംശത്തിൻ്റെ പട്ടടകളായിട്ടും അവർ പറയുന്നത്. അതെല്ലാം രാമനുമായിട്ട് ബന്ധപ്പെട്ട പ്രാചീന ഗോത്ര ജനത, വനചാരികളുടെ ജനത അന്ന് 50കൾ രേഖപ്പെടുത്തി. പിന്നീട് ഇവരെല്ലാം തട്ടിമറിച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാം, പിന്നീട് തട്ടിമറിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ രണ്ട് ട്രഡീഷനോട് പറയാം. ഈ രണ്ട് ട്രഡീഷനോട് കുറുമളൂർ കണ്ടത് ഇതെല്ലാം നമ്മൾ വീണ്ടും ഡിമാൻഡ് ചെയ്യുകയാണ്. ഇതെല്ലാം ഈ പെർസ്പെക്റ്റീവ് കൂടെ അന്വേഷിക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പെർസ്പെക്റ്റീവ് മാറ്റി വെച്ചിട്ട് ഒരു തദ്ദേശീയം, ഒരു ടെക്സ്റ്റ് ബേസ്ഡ് സാധനത്തിന് ഇതിനെ എങ്ങനെ സിദ്ധന്മാരെയും മുനിമാരെയും ധാരാളം പറയുന്നുണ്ട് ഈ പ്രദേശത്ത്. സിദ്ധ മുനി പ്രയോഗം തന്നെ, സിദ്ധനും മുനി മഹർഷി ഋഷി എല്ലാം വേറെ വേറെയാണ്. അതോട് പറയാം. സിദ്ധ മുനി പ്രയോഗങ്ങൾ ധാരാളമുണ്ട്, അവിടെ ഞാൻ പറയാം. അതുപോലെ തന്നെ അത് രണ്ട് കാര്യങ്ങൾ. അടുത്തത് നമ്മൾ എന്നെ സംബന്ധിച്ച് നമുക്ക് ഗൗരവമായി ഞാൻ കണ്ടൊരു പ്രധാന വിഷയമുണ്ട്. ഈ സ്ഥലത്തെ പറ്റി ഞാൻ സബ്ഡ്യൂ ചെയ്ത് മനഃപൂർവ്വം സബ്ഡ്യൂ ചെയ്തിരിക്കുക. പക്ഷേ അടുത്ത പില്ലറിൽ ഇത് വികസിച്ചിട്ടുണ്ട്, വേറെ ചെയ്തിട്ടുണ്ട് വികസിച്ച്. ഇതിൽ നമുക്ക് നമ്മുടെ ഈ മലയുണ്ടല്ലോ, പ്രസ്രവണം എന്നൊരു മലയിലാണ് അദ്ദേഹം താമസിച്ചത്. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ചാതുർമാസം അനുഷ്ഠിച്ചത്. അത് ചൈത്രത്തിൽ ഇവിടേക്ക് വരുന്നു. ഈ ചരിത്രം കാലണ്ടറിക്കലായിട്ട് കാലാന്തരത്തിൽ കുറച്ച് ആ കാലത്ത് കുറേ പുറകോട്ട് പോകും. ഓരോ 72 വർഷം കൂടുമ്പോൾ ഒരു ദിവസം പുറകോട്ട് പോകുന്നു കൂട്ടിക്കും. അത് എങ്കിലും കലണ്ടർ ഇങ്ങനെ തന്നെ മാറിയാണ് വന്നത്. അപ്പോൾ ഒരു ചരിത്രത്തിൽ വരുന്നു, ശ്രാവണത്തിൽ അതിനിടയ്ക്ക് സുഗ്രീവൻ കൊല്ലപ്പെടുന്നു. സുഗ്രീവൻ അധികാരിയാകുന്നു. അതിനുശേഷം ശ്രാവണം തൽക്കാലം ഒന്നും ചെയ്യേണ്ടതില്ല, നല്ല കാലമല്ല. വെച്ചാൽ മോശം കാലം, മഴ കാരണം നല്ല കാലം. നല്ല കാലം കർക്കിടകം നല്ലതല്ല എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ, ആ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ആദ്യം രാമന. ആ അർത്ഥത്തിൽ വാൽമീകി രാമായണത്തിൻ്റെ നമുക്കിന്ന് കാണുന്ന കർക്കിടകത്തിൻ്റെ പ്രാധാന്യം ഉൾപ്പെടെ ഇവിടുന്നാണ് വരുന്നത്. ശ്രാവണത്തെപ്പറ്റി കൃത്യമായി ഇവിടെ പറയുന്നു. അതിനുശേഷം ചാതുർമാസി ഇരിക്കുന്നു, കാർത്തിക വരെ ഇരിക്കുന്നു. കാർത്തികയോടുകൂടിയാണ് മഴ ഒഴിയുന്നതും. ആ പ്രാവിഡ വർണ്ണനമൊക്കെ ഇവിടുത്തെ മൺസൂൺ തന്നെ വർണ്ണിച്ചിരിക്കുന്നത്. ഞാൻ അനുമാനിക്കുന്നത്, ഞാൻ ഇതിൻ്റെ അകത്ത് തുറന്നു പറയാം, ആ പ്രസ്രവണം എന്നുള്ള ഗിരി അദ്ദേഹം അവിടെ ഈ മലയിലെ ഒതുക്കിലേക്ക് ഒരു ഗുഹയിലേക്ക് അദ്ദേഹം പോയി ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കിഷ്കിന്ധ കേൾക്കാം. അദ്ദേഹത്തിന് വ്യവസ്ഥയുണ്ടല്ലോ, നഗരങ്ങളിൽ താമസിക്കില്ല, വനവാസത്തിന് അങ്ങനെ വ്യവസ്ഥയുണ്ടല്ലോ. അദ്ദേഹം കിഷ്കിന്ധ പുരിയാണ്. 21 ലക്ഷ്മണൻ അങ്ങോട്ടേക്ക്, പിന്നീട് കാർത്തികേയ ലോഷാകുലനെ അങ്ങോട്ട് കടന്ന് 21 മേടകൾ കാണുന്നുണ്ട്. കിഷ്കിന്ധ പുരിയാണ്, നഗരമാണ്. ഒരു കാരണം ഒരു മലയിടുക്കിൽ ഒരു നഗരമായിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ. 21 മേടകൾ ഹനുമാന്റെ അംഗത്തിൽ ഉൾപ്പെടെ കണ്ട അങ്ങോട്ട് പോകുന്നത്. അവിടെ വാനരന്മാർ, വൃക്ഷന്മാരും ഗോലാങ്കുലങ്ങളും ഉണ്ട്. അതൊരു കൂട്ടിക്കോളൂ. വാനരന്മാർ, വൃക്ഷന്മാരും ഗോലാങ്കുലങ്ങളും ഉണ്ടായിരുന്നു. അതൊരു കൂട്ടിക്കോളൂ. അത് ഞാൻ വംശത്തിൻ്റെ സ്വഭാവമായിട്ട് കൂട്ടാം, എന്ത് വേണം നിങ്ങൾ കൂട്ടിക്കോളൂ. അതിൽ വിശ്വാസികൾക്ക് അതിൻ്റെ അകത്തൊരു വിഷയം, ചരിത്രകാരന്മാർക്ക് അതിനകത്ത് വേറൊരു വിഷയം. ഞാൻ എന്നെ നിങ്ങൾക്ക് വിട്ടുതരുന്നു. എനിക്ക് എൻ്റേതായ ഒരു കാഴ്ചപ്പാട് അതിൻ്റെ അകത്തുണ്ട്. എന്തായാലും അതിൻ്റെ അകത്ത് വാൽമീകി ഈ പ്രദേശത്തെ കാണിച്ചു തരുമ്പം പ്രസ്രവണം എന്നുള്ള മലയിലേക്ക് രാമൻ മാറിയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. പ്രസ്രവണം നമ്മൾ ഈ മുമ്പും പ്രസ്രവണം വരുന്നത്, പക്ഷേ പ്രസ്രവണം ധാരാളം ഒലിപ്പുള്ള മലയെപ്പറ്റി പഞ്ചവടിക്ക് അടുത്ത് വെച്ച് പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പഞ്ചവടിക്ക്, ചിത്രകൂടത്തിൻ്റെ പഞ്ചവടിക്ക് അടുത്ത്, പഞ്ചവടിക്ക് അടുത്ത് തന്നെ ഒരു പ്രസ്രവണ മലയെപ്പറ്റി പറയുന്നുണ്ട്. അതല്ലാതെ ഔദ്യോഗികമായി പ്രസ്രവണം എന്നുള്ള നാമത്തിൽ ധാരാളം ചോലകൾ, മലയൊലിപ്പുകൾ ഉള്ളതിനെ തന്നെയാണ് പറയുന്നതെങ്കിൽ ഇത് നാമസ്വഭാവത്തെ, വിശേഷണത്തിൻ്റെ പുറത്ത് നാമസ്വഭാവം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ അദ്ദേഹം ദീർഘകാലം ആ ഒരു ഗുഹയിൽ, ഈ ഒതുക്കുള്ള ഗുഹയിലിരിക്കാം. ഒരു ഈശാനകോണം എന്ന് പറയും. അവിടെ പൊയ്കയുണ്ട്, ചുവപ്പ് പാറ, കറുത്ത പാറ, വെളുത്ത നിറമുള്ള പാറ. ഇത് ഇടത്തോട്ട് നിങ്ങളൊരു കരിമല കാണുന്നു, ഒരു അഞ്ജനമല. വലത്തോട്ട് നോക്കുക, ഒരു സിംഹാകാരമായ വേറൊരു മല, കൈലാസം പോലെ തോന്നുന്നു.
മുമ്പിൽ കിഴക്കോട്ട് നോക്കും പ്രാചീനവാഹിനി നദി, രണ്ടു വശത്തോടെ നദി വിളിക്കുന്നു. ഇപ്പം നിങ്ങളൊന്ന് എടുത്തു നോക്കും, പൊന്നമ്പലമേട് എടുത്തു നോക്കൂ, പൊന്നമ്പലമേട് എടുത്തു നോക്കൂ. ഞാനത് വിസ്തൃതമായി പിന്നീട് കാണിക്കാം. ഇത് ഓടെ പറഞ്ഞു, ഞാൻ മാപ്പിൽ തന്നെ എടുത്ത് കാണിക്കാം. അവിടെ കിഴക്കേക്ക് കൊച്ചുവമ്പ, പൊന്നമ്പലമേടിൻ്റെ ഒരു വശം നോക്കിയാൽ കൊച്ചുവമ്പയും തൊട്ട് അപ്പുറത്തേക്ക് അക്കി ആനത്തോണ്ട് ഡാമുമാണ്. വലിയ ജലശേഖരമാണ്, അത്രയ്ക്ക് വെള്ളം താഴേക്ക് ഒഴുകുന്നതാണ്. അപൂർവ ഒരു മലയാണ് പൊന്നമ്പലമേട്. അതാവാം, അതൊരു അനുമാനമാണ്, കടുത്ത അനുമാനമാണ്. ആ മലയുടെ മുഴുവൻ സാധനങ്ങൾ വായിക്കുമ്പോൾ വളരെ ദീർഘമായിട്ട് പ്രസ്രവണത്തെ വർണ്ണിച്ചിട്ടുണ്ട്. ആ പ്രദേശത്തെ വീണ്ടും അതിഭയങ്കരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. അവിടെ വർണ്ണിക്കുമ്പോൾ താഴെ സിംഹം ഉൾപ്പെടെ വർണ്ണിച്ചിട്ടുണ്ട്. പ്രസ്രവണം കിഷ്കിന്ധാകാണ്ഡം തന്നെയാണ്. അവിടെ പ്രസ്രവണം, അവിടെ ആ പൊന്നമ്പലമേടിൻ്റെ മുകളിൽ ഇപ്പോഴും 2 കുളങ്ങളുണ്ട്. അതിനെ രാമക്കുളം എന്നും സീതക്കുളം എന്നാണ് വിളിക്കുന്നത്. അവിടെ ഗുഹയുണ്ട്. ഗുഹയിലാണ് ഭഗവാൻ താമസിച്ചിരുന്നത്. അവിടെ പ്രാചീനമായ ഏതോ കാലത്തെ ലക്ഷ്മി നാരായണ രാമ സീത യന്ത്രവും ഓമും ഒക്കെ ഇൻസ്ക്രിപ്ഷനൊക്കെ ഉണ്ട്. അത് സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഈ രാമായണം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതും സംരക്ഷിക്കണം. അവരുടെ ഒരു ഡിമാൻഡ് അതും കൂടിയാണ്. അതുകൂടെ പറയാം. അവർ പ്രധാനമന്ത്രിക്കും ദ്രൗപദി മുർമുവിനൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. അവർക്കും മറ്റു കുറേ പരാതികളുണ്ട്. പക്ഷേ അപ്പം അങ്ങനെയുണ്ട്. പൊന്നമ്പലമേടാവാം. അവിടെ നിന്നിട്ട് പുള്ളി കിഴക്കേക്ക് ഇടത്തേക്ക് നോക്കുമ്പോൾ ഇതാ ഒരു അഞ്ജനമല എന്ന് പറയും, കരുത്തോ, അത് കരിമലയാണ്. നേരെ കാണാൻ നമുക്ക് കറുത്ത്. കരിമലയെ പറ്റി പറയുമ്പോൾ തന്നെ കുറുമളൂരൊക്കെ പറയും, നമുക്കറിയാലോ കരിമല പലതുകൊണ്ടും കറുത്തതാണ്. അപ്പം വടത്തേക്ക് നോക്കുമ്പം വേറൊരു മല, അത് ഗവിമലയാണ്. തൊട്ടടുത്തായി അദ്ദേഹം ഇത് കാണുന്നുണ്ട്, ഇതാ കേൾക്കുന്നുണ്ട്. അവിടുത്തെ കിഷ്കിന്ധയിലെ വാദ്യഘോഷങ്ങൾ അദ്ദേഹം കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം കിഴക്കേക്ക് നോക്കുമ്പം ഞാൻ കുറേ കുഴങ്ങിയതാണ്. ഈ പ്രാചീനവാഹിനി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് അദ്ദേഹം പറയുന്നത്. അവിടെ ശരിക്കും കിഴക്കോട്ട് ഒഴുകിയിട്ടാണ് നേരത്തേക്ക് ഒടിഞ്ഞ് ത്രിവേണിയിലേക്ക് പമ്പ വരുന്നത്. കിഴക്കോട്ട് ഒഴുകുന്ന പ്രളയകാലത്ത് താമസിക്കുന്നു, മഹാപ്രളയകാലത്ത് അദ്ദേഹം അവിടെ താമസിക്കുന്നു. മൺസൂൺ കാലത്ത് പ്രാവിഡ വർണ്ണന, ഒരു അധ്യായം തന്നെ ശബരിമലയ്ക്കകത്ത് പൊന്നമ്പലം അദ്ദേഹം ഇരുന്ന് കാണുന്ന പ്രാവിഡ വർണ്ണന. പടിഞ്ഞാറൻ കാറ്റടിച്ചിട്ട് അദ്ദേഹം ഇരിക്കുന്ന ആ പരിതപിക്കുക, ആതപമാണ്, വിഷമോ, സങ്കടം, കരച്ചിലും തന്നെയാണ്, ദുഃഖമാണ്. ചാതുർമാസ്യം അനുഷ്ഠിച്ചിട്ടുണ്ട്. ചാതുർമാസ്യം ഒരു സങ്കേതമാണ്, ഒരു വ്രാത്യ സ്വഭാവമുള്ളതാണ്, വ്രതമാണ്, ഒത്തിരി ഉപാസനകളുള്ളതാണ്. അത് അനുഷ്ഠിച്ച ഗുഹയാണ്. അത് പൂർവികർ മറന്നിട്ടില്ല, അത് ഓർത്തോളൂ. അപ്പം മനുഷ്യന് സ്ഥലമാണ്. അവിടെ നിന്നിട്ട് ശരത്കാലം തുടങ്ങും. ശരത്കാല വർണ്ണനയൊക്കെ ഇവിടുത്തെ തന്നെ നല്ല. ഇത് നമ്മുടെ കാലാന്തരത്തിൽ നിങ്ങൾ കാലത്തിൻ്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് പറയുമ്പോൾ ആ കാലത്തെ ഇങ്ങോട്ട് മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ അത് കൃത്യമായി വരുന്നുമുണ്ട്. അത് ചരിത്രം ഒരു 5600, 6000, 7000, 8000 BCE ആണെങ്കിൽ പോലും അത് അങ്ങനെ ഒരു എളുപ്പത്തിൽ തന്നെ അത് എത്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അത് ഒപ്പം തന്നെ അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് അവിടെ താമസിക്കുമ്പോൾ കാർത്തിക കഴിഞ്ഞു, സുഗ്രീവൻ സൂഹിക്കുകയാണ് എന്ന് പറഞ്ഞ് പ്രശ്നം, അദ്ദേഹത്തിൻ്റെ കരച്ചിലും വിഷവും ലക്ഷ്മണൻ മഴ കഴിഞ്ഞിട്ട് പേടിപ്പിക്കുന്നത്. അതിനു മുമ്പ് തന്നെ അദ്ദേഹം വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്കദൻ പോയി പറഞ്ഞ് അദ്ദേഹം ആൾക്കാരെ നാട്ടിൽ പല സ്ഥലത്തേക്കും വിട്ടിരുന്നു. അത് വിട്ടു തുടങ്ങി. പിന്നെ ഒരു മാസത്തിനകത്ത് വരാമെന്ന് വിട്ടു. അതിനുശേഷം കാർത്തിക മാസം, ഇന്നത്തെ വൃശ്ചികമാസം പ്രസക്തമാകുന്നതിൻ്റെ അകത്ത് വാൽമീകി ഭഗവാൻ ശ്രീരാമേന്ദ്രൻ ഒരു ഘടകമാണ്. ഞാനത് അയ്യപ്പസ്വാമിയുടെ പ്രസക്തിയെ കുറയ്ക്കുകയല്ല. കർക്കിടകം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ കർക്കിടകത്തിൻ്റെ ഈ ഒരു നമ്മൾ പറയില്ല കർക്കിടകത്തിലെ പഞ്ഞമാസം, അതിൻ്റെ ഭഗവാൻ മഴകായതുകൊണ്ട് തൽക്കാലം ഒന്നും ചെയ്യേണ്ട, ഞങ്ങൾക്ക് ചാതുർമാസത്തിന് ഇരിക്കാമെന്ന് പറയുന്നു. സുഗ്രീവൻ തൽക്കാലം ലഭിക്കട്ടെ. അത് കഴിഞ്ഞ് കർക്കിടകം വരുന്നു. അതിനുശേഷം അവിടെ നിന്നാണ് വാനരർ പോകുന്നു, കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ചരിത്രം വേറെയാണല്ലോ. അവർ ലങ്കയിൽ പോയിട്ട് ഹനുമാൻ സ്വാമി പോയിട്ട് വരും. അതിൻ്റെ ചരിത്രത്തിൽ അതിന് ഇങ്ങോട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. അത് നമ്മൾ വീണ്ടും ഞാൻ പറയുന്നു, അത് ഇക്ഷബിലമെന്ന് സ്വയംപ്രഭ എന്നൊക്കെ പറഞ്ഞ് ഉറപ്പായിട്ട് നമ്മുടെ പൊന്മുടി തന്നെയാണ്. ആ പൊന്മുടിയുടെ പ്രാചീന ലെജൻഡിൽ, ചരിത്രത്തിൽ അവിടെ പോകും, അകത്ത് പൊന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് ദൈവങ്ങളുടെ സ്വർണ്ണമാണെന്ന് പറയുന്ന അവിടുത്തെ പ്രാചീന മലയ ജനത മുഴുവൻ അത് പറയുന്നത്. അത് മുഴുവൻ ഇക്ഷബിലം എന്ന സ്ഥാനത്ത് നിന്ന് കിടപ്പുണ്ട്. അവിടെ ഇവർ പെട്ടുപോകുന്നൊരു ഗുഹയ്ക്ക് അത് മുഴുവൻ കാഞ്ചനമാണ്, മുഴുവൻ സ്വർണ്ണ ഉദ്യാനമാണ്. അവിടെ സ്വയംപ്രഭ എന്നുള്ള യോഗിനിയും അവിടുന്ന് അവരാണ് പുറത്ത് കിടത്തി കൂട്ടുന്നത്. അതിനുശേഷം പിന്നെ സമ്പാദിയെ കാണുന്നു, നിശാകര അങ്ങോട്ട് പോകുമ്പോൾ അഗസ്ത്യമല തന്നെയാണ്, ഒരു സംശയം വേണ്ട, അഗസ്ത്യമല തന്നെയാണ്. അതിലാണ് പിൽക്കാലത്ത് അഗസ്ത്യൻ അദ്ദേഹത്തിന് ശ്രീരാമേന്ദ്രൻ്റെ പുറകെ യുദ്ധസ്ഥലത്തേക്ക് അഗസ്ത്യ മുനി വരുന്നുണ്ട്. ആദിത്യ ഹൃദയത്തിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ടാവില്ല, എനിക്കറിയില്ല, അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ടാവില്ല. എന്തായാലും അത് നിശാകര ഋഷിയുടെ അവിടെ വെച്ചാണ് സമ്പാദി ഇവർക്ക് അവസാനം വഴി കാണിച്ചു കൊടുക്കുന്നു. 100 യോജന അപ്പുറത്ത് ലങ്കയിൽ ഇരിപ്പുണ്ട്, ഞാനും മനസ്സിലാക്കിയിരുന്നു എന്ന് പറയുന്നത്. 2 പക്ഷി, ജഡായു മാത്രമല്ല, ആദ്യം മാനുവലാണ് വഴി കാണിക്കുന്നത്, അത് കഴിഞ്ഞ് ജഡായു പറയുന്നു, മൃഗങ്ങളാണ്. ജഡായു പറയുന്നു, പിന്നെ സമ്പാദി പറയുന്നു. സമ്പാദി നേരത്തെ ബോധ്യപ്പെട്ടിട്ട് ആദ്യം പറഞ്ഞില്ല, സമ്പാദി പറയുന്നുണ്ട് എനിക്ക് വളർത്തുപുത്രനെ പോലെ ഒരു പക്ഷിയുണ്ട്, അവനാണ് എന്നോട് പറഞ്ഞത്. അങ്ങോട്ടേക്ക് കൊണ്ടുവരിക്കുന്നു, അവിടെ ഇതാ ഇരിക്കുന്നു, ഞാൻ കാണുന്നുണ്ട്, ഞങ്ങൾ പക്ഷികൾ ഉയരത്തിൽ കാഴ്ചയുള്ളത് ഞങ്ങളിതാ കാണുന്നു. അങ്ങനെ അത് പറഞ്ഞ ശേഷം സമ്പാദിക്ക് ചിറക് മുളയ്ക്കുന്ന പശ്ചാത്തലം നടക്കുന്ന നമ്മുടെ അഗസ്ത്യമലയാണ്. അപ്പം അതും പറയാം, അതും വിസ്തൃതമായി വർണ്ണിച്ചിരിക്കുകയാണ്.
അവിടുന്ന് പിന്നെ തൊട്ട് താഴേക്ക് മഹേന്ദ്രഗിരി. മഹേന്ദ്രഗിരി താഴെ കടലാണ്. മഹേന്ദ്രയുടെ മുകളിൽ നിന്നിട്ടാണ് ഹനുമാൻ സ്വാമി ചാടുന്ന രംഗം വരുന്നത്. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിച്ചോളൂ. അതെനിക്ക് പ്രസക്തമല്ല. ഞാൻ അവിടുന്ന് ആ ഗിരിയുടെ മുകളിൽ ഞാൻ പലപ്പോഴും പോയി നിന്ന് കാണാറുണ്ട്. അതാ മാപ്പിൽ ത്രിമാനതയിൽ അവിടെ ഇങ്ങനെ ഭഗവാൻ ഹനുമാൻ സ്വാമി ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗം ഞാൻ കാണാറുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് ഒരു മടിയില്ല പറയാൻ. ഒരു മടിയില്ല പറയാൻ. അദ്ദേഹം അങ്ങനെയും കൂടിയുണ്ട്. ആ ഒരു ട്രെയിലും കൂടിയുണ്ട് ഇതിൻ്റെ അകത്ത്. അവിടെ കൂടെയാണ് രാവണൻ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവിടേക്കാണ് നമ്മൾ നാളികേരവും കുരുമുളകും ജാതിയെല്ലാം കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് പ്രസ്രവണ മലയിൽ അദ്ദേഹം ദീർഘകാലം താമസിച്ചു. അവിടുന്ന് ഹനുമാൻ സ്വാമി എല്ലാം കണ്ട് തിരിച്ചിവിടെ വന്നിട്ട് യുദ്ധത്തിന് പുറപ്പെടുന്ന ഫാൽഗുനം വരെ 12 മാസത്തെ കണക്കിനകത്ത് ഹനുമാൻ സ്വാമി ചെല്ലുമ്പോൾ സീതാദേവി പറയുന്നു 2 മാസം കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏകദേശം മാഘത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിലോ ഫാൽഗുനത്തിൻ്റെ തുടക്കത്തിലോ ആവാം അവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ഫാൽഗുനത്തിലെ അമാവാസിക്ക് തീരുമാനമാക്കുന്നുണ്ട്. ഇവർ പുറപ്പെടുന്നത് അതാണ് നിർണായകം. ഞാൻ ഈ ട്രഡീഷൻ പറയുക, ശബരിമല ഞാൻ പറഞ്ഞു വൃശ്ചികം ഈ കാർത്തികയാണ് ബന്ധമുണ്ട്. ഈ പറഞ്ഞ പോലെ കർക്കിടകത്തിന് പൊതുവെ കേരളമായിട്ട് ഈ ബന്ധം വരുന്നു. ഇത് അദ്ദേഹം യുദ്ധത്തിന് പോകുന്ന ദിവസം അറിയാം, ഫാൽഗുനത്തിലെ ഉത്തരമാണ്. ശ്രീരാമസ്വാമിയുടെ കല്യാണം ഫാൽഗുനത്തിലെ ഉത്തരമാണ്. അതാണ് ഇന്നത്തെ പൈങ്കുനി ഉത്തരം. ഞാനിതിന് പൂർവ്വകാലത്ത് അവിടെ ഉണ്ടോ ഇല്ലെന്ന് ആ ഒരു സങ്കേതത്തിൽ അവിടെ പരാമർശമില്ല. പക്ഷേ ഭഗവാൻ ചാതുർമാസി ഇരുന്നാണ്. സുഗ്രീവൻ സൂര്യാരാധകനായിരുന്നു, ബാലി ഇന്ദ്രാരാധകനായിരുന്നു, അത് വൈദികരായിരുന്നു. സുഗ്രീവൻ ദീർഘകാലം അവിടെ ഭരിച്ചിട്ടുണ്ട്. നമുക്കറിയില്ല. സൂര്യവംശമായിരുന്നു ഭഗവാൻ ശ്രീരാമേന്ദ്രൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഫാൽഗുനത്തിലെ ഉത്തരത്തിലാണ് യുദ്ധത്തിന് പുറപ്പെട്ടത്. വലിയ ചരിത്ര പ്രസക്ത ദിവസമാണ്. അവിടെ നിന്നാണ് പുറപ്പെടുന്നത്. എല്ലാ ആളും സ്വരുക്കൂട്ടി കണ്ടെത്തിയിട്ട് പുറപ്പെടുന്നത്. ഈ പോയിട്ടൊരു 20-25 ദിവസത്തിനകത്ത് കയറി ഇത് 2 ദിവസം തപസ്സിരുന്ന് വരണ അത് 35 ഇത് സേതു കെട്ടി അക്കരെ കടന്നിട്ടുള്ള 10-15-16 ദിവസത്തെ യുദ്ധം. അതുകൊണ്ട് പരിപാടി തീർക്കുകയായിരുന്നു. അതിനിടയ്ക്ക് അഗസ്ത്യൻ വരുന്നു. ഇതെല്ലാം ഉണ്ട്. ഇതായിരുന്നു ഈ ചരിത്രം. അതിൻ്റെ അകത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്, പൂർവ്വചരിത്രത്തിൽ ഇത് കിടക്കുന്നുണ്ട്. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ ഇതിന് മുകളിലാറ് ഇതിന് പൂർവ്വത്തിൽ ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വാൽമീകി ഇങ്ങനെ പറയുന്നു. ഇതിനകത്ത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഋഷ്യമുഖം നീലിമലയാണ്. ഒന്ന് മതംഗി ഋഷിയുടെ മകള് ഒരു ശിഷ്യയായിട്ടും ശീലിയെ പറയും. ഒപ്പം തന്നെ ഋഷ്യ എന്നുള്ള പഴയ പ്രയോഗത്തിന് സുശ്രുത ഉൾപ്പെടെ ആയുർവേദ ഗ്രന്ഥങ്ങളിൽ നീലമാൻ എന്ന് പറയും. ഇതിൽ ധാരാളം നീലമാനുകളെ പറ്റി അല്ലാനോടെ പറയും. നീലകോമള എന്ന് പറഞ്ഞിട്ട് കബന്ധൻ പറയും. നീലകോമള രുരുഹ എന്താ പറയുക, ഒരു മാനിനെ പറ്റി പറയും. അല്ലാത്ത ഈ മല മുഴുവൻ മാനാണ്. നമ്മൾ വരയാടാവാം, അല്ലെങ്കിൽ പഴയ വലിയ മ്ലാവിന് ചില സമയത്ത് ചാരനിറം തോന്നും. അതിന് 2 തരത്തിൽ നീലമാനെ പറയും. അതുകൊണ്ട് നീലമലയ്ക്ക് സാങ്കത്യം വാൽമീകി രാമായണം തന്നെ പറയുന്നത്. മതങ്കൻ്റെ വളർത്തുപുത്രിയോ ശിഷ്യയോ, ആ 2 കാര്യങ്ങൾ ഈ ഗ്രന്ഥം പറയുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വലിയാനോട്ടം ചെറിയാനോട്ടം ശിശുതാങ്ങളെ പറ്റി ധാരാളം പറഞ്ഞു. ഈ പമ്പ തീരത്ത് വലിയാനോട്ടം ചെറിയാനോട്ടം തൊട്ടടുത്താണ് ഞാനത് പറഞ്ഞാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒപ്പം തന്നെ ശ്രീധാതു നമ്മൾ സരസ്വതിക്കകത്തും ഈ സരത്തിലും സരസിലും ഞാൻ മുമ്പ് പറഞ്ഞാണ് എനിക്കറിയില്ല. സരത്തിലും സരസിലും ഒക്കെ ശ്രീതാണ് ധാതു. ഇതേ ധാതു തന്നെയാണ്, ശ്രീ പ്രവാഹമാണ്. ഇതേ ധാതു കൊണ്ട് തന്നെയാണ് സരസ്വതി നദി ഉണ്ടായതും സരയൂ നദി. ഈ വാക്കിൻ്റെ ധാതു ഈ സരസ്വതി ശ്രീ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഇതിനുള്ള വേദിക് ഈ റൂട്ടിൽ നിന്നാണ് ഈ ഇതിൽ നിന്നാണ് സരസ്വതിയും സരയും എല്ലാം ഉണ്ട്. അതെല്ലാം ചലിക്കുന്നതാണ്. ഇതെല്ലാം ചലനത്തെയും ഗമനത്തെയാണ്. അതുകൊണ്ട് സരസ് എന്നുള്ള പ്രയോഗം അതിപ്രാചീന കാലത്ത് അതിൻ്റെ ധാതു ശ്രീയായിരുന്നു. അതിപ്രാചീന കാലത്ത് അത് ഗമനമുള്ള ചലനമുള്ള പ്രവാഹത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നത് ഉറപ്പായിട്ടും. അത് പിൽക്കാലത്ത് സരസ്സും സരിത്തും 2ആയി, പണ്ട് ഒന്നായിരുന്നു എന്നുള്ള സൂചനയും നമുക്കിങ്ങനെ വേണം ഊഹിച്ചെടുക്കാം. അതുകൂടി ഇതിനകത്ത് പറയുന്നത് ഉപോത്ബലകത്വത്തിന് വേണ്ടിയുള്ളതാണ്. ഒപ്പം എൻ്റെ ഒരു ഇതിനകത്തൊരു സന്തോഷകരമായ കാര്യം, ഇത് 6 ഞാൻ പറഞ്ഞു പോയി. അത് ഇനി എനിക്ക് സന്തോഷകരം, ഇതിൻ്റെ അകത്ത് ഒരു 1.5 ദിവസത്തെ വഴിക്ക് പുറകു വശം നമുക്ക് കണ്ടെത്താൻ പറ്റും. പഞ്ചവടിയിൽ നിന്ന് പടിഞ്ഞാറേക്ക് കയറുന്നു, എന്നിട്ട് തെക്കേക്ക് നടക്കുന്നു. നേരെ അവിടുന്ന് തെക്കോട്ട് നടന്നിരുന്നെങ്കിൽ അവർ മറ്റു പലയിടത്തും പോയാൽ പശ്ചിമഘട്ടത്തിൻ്റെ മറ്റേ ഭാഗത്തോട്ട് വരുള്ളൂ. പഞ്ചവടിയിൽ നിന്ന് അവർ പടിഞ്ഞാട്ട് നടന്നിട്ട് തെക്കോട്ട് വരികയാണ്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ പിന്നീട് പറയാം. ആ വരുന്ന വഴിയിൽ പിന്നീട് നമുക്ക് ക്രൗഞ്ചഗിരി കടക്കുന്നു. ദണ്ഡകം കടന്ന് ക്രൗഞ്ചഗിരി, ആ ഭാഗത്ത് അയോമുഖി. ഈ 2 പ്രശ്നങ്ങൾ. അയോമുഖി ചില പാഠങ്ങളില്ല. പിന്നെ കബന്ധൻ. ഇതാണ് ഗതി പറയുന്നത്. വാൽമീകി ഇത് വളരെ വേഗത്തിലാണ്. രാമൻ വളരെ വിഷമത്തിലാണ്. വളരെ വേഗേന എന്ന് പറയുന്നുണ്ട്. വളരെ വേഗത്തിലാണ് നടന്നു പോയിരിക്കുന്നത്. വാൽമീകി ഏറ്റവും ഈ ദീർഘമായ നടത്തെ ഇത്ര ചുരുക്കി വാൽമീകി. ബാക്കി എല്ലാം മിശ്രിതമാക്കിയിരുന്ന വാൽമീകി ഈ മനസ്സിൻ്റെ ആവേഗം കൊണ്ട് തന്നെ ഇതിനെ ചുരുക്കിയിരിക്കുക. അദ്ദേഹം കരഞ്ഞ് നടക്കുക. ഒരു ദിവസം 30-40 കിലോമീറ്റർ 30-35 കിലോമീറ്റർ ഒരു ദിവസം അദ്ദേഹം നടന്നിട്ടുണ്ട്, ലക്ഷ്മണനും കൂടെ.
1500 1600 കിലോമീറ്റർ ദൂരം ഒരു 50-55 ദിവസം കൊണ്ടാണ് നടന്നിരിക്കുക. എൻ്റെ ഒരു അനുമാനം, എൻ്റെ കണക്കൂട്ടലാണ്. ഈ കണക്കൂട്ടൽ ഓധിക കാലം എടുത്തെടുത്ത് കണക്കൂട്ടൽ തെറ്റാം. അവിടെ നിന്ന് അദ്ദേഹം ഞാനിപ്പോഴും ക്രൗഞ്ചഗിരി പൂർണ്ണമായി തൃപ്തനല്ല. ഞാൻ കുതിരേമുഖാണ് എന്ന് കരുതുന്ന ആൾ, ആ ഭാഗമാണ്. കാരണം ദണ്ഡകം, ചരിത്രത്തിൽ ദണ്ഡകം തീരുന്ന എവിടെ എന്നുള്ളതിനൊരു കണക്കുണ്ട്. അല്ല, അതിലൊരു കണക്കിൽ പലർക്കും ഇല്ല. ഞാൻ പലതും പരതിയിട്ടുണ്ട്. എങ്കിലും തുംഗഭദ്രയുടെ അതിരാവാമെന്നൊരു അനുമാനമുണ്ട്, കൃഷ്ണയുടെ അതിരാവാം. അതിനുശേഷം ഇത്ര യോജന വരുമ്പോൾ കബന്ധൻ ക്രൗഞ്ചഗിരിയിൽ എത്തുന്ന പറയുന്നത് വെച്ച് നോക്കൽ എന്നെ സംബന്ധിച്ച് കുതിരേമുഖാണ്. അവിടെ ഇപ്പോഴും ക്രൗഞ്ചങ്ങൾ ധാരാളമുണ്ട്. അതിനെക്കാട്ടി കൂടുതൽ ക്രൗഞ്ചങ്ങളുടെ ആഗുംബയിലാണ്. നമ്മൾ ഹിമാലയൻ മറ്റേ ഗ്രിഫോൺ വരെ വരും. നമ്മുടെ കഴുകന് ഇവർക്ക് തുല്യമായ, സമ്പാദിക്കും ജഡായിക്കിനും തുല്യമെന്ന ആ കുലത്തിലെന്ന് പറയാവുന്ന അതുൾപ്പെടെ വരുന്ന മലനിരകളാണ്. ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയിലെ ചിറാപ്പുഞ്ചിയാണ് അവിടെ എന്ന് പറയുമ്പോൾ 7000 മില്ലിമീറ്റർ മഴ കിട്ടുന്നത്. അത് നിബിഡ വനമാണ്. അതാവാം നോക്കും. അത് കഴിഞ്ഞ് മുമ്പോട്ട് പിന്നെ നമുക്ക് ഗതി പിടിയിട്ടില്ല. അയോമുഖി ഇല്ല, പലയിടത്തും ഇല്ല. അയോമുഖി അകുംബയാകാം. അവിടെ ഇപ്പോൾ ഇരുമ്പിൻ്റെ അയാണാണല്ലോ. ആ പ്രദേശം മുഴുവൻ ഇരുമ്പാണ്. പഴയൊരു ഇരുമ്പ് കമ്പനിയുണ്ട് അവിടെ. ഇരുമ്പായി ശേഖരിക്കുന്ന കുതിരമുഖിൽ ഒരു കമ്പനിയുണ്ട്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിലൊന്നാണ് അത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുമ്പം നമ്മുടെ കബന്ധനെ ഇവിടെ കണ്ടു. പിന്നെ കാണുന്ന കബന്ധനെ കാണുന്നു. പിന്നെ ഇതിനിടയ്ക്ക് പ്രായണ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയാതേ ഉള്ളൂ. കബന്ധനെ എവിടെയാണ് കണ്ടത്? ഒരു വലിയ വിഷയമാണ്. എങ്ങും കാര്യമായ രേഖപ്പെടുത്തലില്ല. അതിന് മാരിജിനെ കൊന്നു പറഞ്ഞ് ഇങ്ങോട്ട് ഒരു മൃഗവാധ ആ ഗുംബയ്ക്ക് അടുത്തൊരു സ്ഥലം കാണാം. അത് അവിടെയെല്ലാം നമുക്കറിയാം. ഒരു ചരിത്രത്തിലൊരു പ്രാദേശിക പിൽക്കാലത്തുണ്ട്. അത് പഞ്ചവടി തന്നെയാണ് മാരിജൻ കൊല്ലപ്പെടുന്നത്. അത് ഇനിയും കർണാടകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മൃഗവധ എന്നൊരു അമ്പലമൊക്കെ ഉണ്ട് അവിടെ. പക്ഷേ ഈ ഒരു 1600 കിലോമീറ്റർ വഴിയിൽ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. ഞാൻ തുറന്നു പറയുന്നു, ഈശ്വര ശരിയായിരിക്കട്ടെ, പശ്ചിമഘട്ടത്തിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. പഞ്ചവടിക്ക് പടിഞ്ഞാട്ടേക്ക് നടന്ന് തെക്കോട്ട് പശ്ചിമഘട്ടത്തിൻ്റെ അവിടുന്ന് കയറി വരുമ്പോൾ തന്നെ നമുക്ക് പെതുക്കെ വ്യത്യാസം അറിയാം. മലയെ വർണ്ണിക്കാനുള്ളിടത്താണ് ഋഷി കവി വർണ്ണിച്ചിരിക്കുന്നത്. വർണ്ണിക്കാൻ എല്ലായിടത്തും പുള്ളി സമയം കളഞ്ഞിട്ടില്ല, അത്രയും കൂടെ പറയാം. ഭംഗിയുള്ളിടത്ത് ഭംഗികൾ വർണ്ണിച്ചിട്ടുണ്ട്. അത് ഞാൻ വാൽമീകി കണ്ടിട്ടില്ല എന്ന് കരുതുന്നില്ല. എങ്ങനെ കണ്ടു എന്നുള്ളത്, വന്നു കണ്ടോ അല്ലാതെ കണ്ടോ, അദ്ദേഹം കണ്ടിരിക്കുന്നു, അനുഭവിച്ചിരിക്കുന്നു. അനുഭവിക്കാതെ ഒരാൾക്ക് എഴുതാനൊക്കില്ല, അത്രയും എങ്ങനെ അനുഭവിച്ചാലും. അതുകൊണ്ട് അവിടെ നിന്നിട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് കബന്ധൻ എവിടെയെന്നുള്ള എൻ്റെ ഒത്തിരി കാലം കളഞ്ഞാണ്. ക്രൗഞ്ചഗിരി കബന്ധനും എൻ്റെ ഒത്തിരി. പക്ഷേ ഇന്നിപ്പോൾ എൻ്റെ അനുമാനം വളരെ വൈകി നമുക്കൊരു ഉണ്ടായൊരു അനുമാനം, അതായത് കബന്ധൻ പറയുന്നു 1.5 ദിവസത്തിൻ്റെ പുറകെ വെച്ചിട്ടാണ് പമ്പയുടെ കബന്ധൻ സദ്ഗതിയാവുന്നത്. അത് അവിടെ നിന്ന് അദ്ദേഹം പടിഞ്ഞാറായിട്ട് നടക്കാനാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനും അവിടെ നിന്ന് പടിഞ്ഞാറായിട്ടാണ്. ഒരു രാത്രി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം പമ്പയുടെ പടിഞ്ഞാറേക്കരെ വരികയാണ്. ഒരു രാത്രി ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം എപ്പോഴും ആയിട്ട്. അതുകൊണ്ട് നമ്മൾ 18 മണിക്കൂറോ 20 മണിക്കൂറോ കബന്ധനായിട്ട് എപ്പം പിരിഞ്ഞു, രാവിലെയാണ് പിരിഞ്ഞു, ഉച്ചയ്ക്ക്, അതൊന്നും അതിനകത്ത് പറയുന്നില്ല, സൂചനയൊന്നുമില്ല, ഒരു പാഠത്തിലുമില്ല. കബന്ധനെ പിരിഞ്ഞു, ഒരു രാവിലെയാണ് പിരിഞ്ഞതെങ്കിൽ കബന്ധൻ വഴി പറഞ്ഞു പടിഞ്ഞാറേക്ക് നടക്കും, ഇന്ന ഇത്ര നല്ല തോപ്പിൽ ഇന്ന വരെ ഇതിൻ്റെ ലക്ഷണം, ഇവിടേക്ക് നടന്ന് ഇന്നടത്ത് ചെല്ലും. അവിടുന്ന് ഒരു ഏകദേശം 25-28 മണിക്കൂറുകൾ കൊണ്ട് ആവാം പമ്പാതീരത്തെത്തും. ഒരു രാത്രി ഒരു സ്ഥലത്ത് മലയുടെ ശൈലപൃഷ്ഠത്തിൽ കിടക്കുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ശൈലപ്രസ്ഥങ്ങൾ കാണാമെന്ന് പറയും, മലമേടുകൾ കാണാമെന്ന് പറയും. അതെന്നെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമായിരുന്നു, വലിയൊരു ചിന്തയായിരുന്നു. ഇപ്പം പമ്പയ്ക്ക് കിഴക്കൊരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരിക, അതായത് ഒരു സ്ഥലത്ത് നിന്ന് പടിഞ്ഞാട്ടിറങ്ങി പമ്പാതീരത്തേക്ക് വന്നിരിക്കുക. 1.5 ദിവസത്തെ വഴിയുള്ളൂ. 20, 25, 24, 18 ഒക്കെ ആവാം. അങ്ങനെ അന്വേഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഈ അക്ഷാംശ രേഖാംശം വെച്ച് കണക്കെടുത്ത്, ടൂളുകൾ വെച്ച് കണക്കെടുത്ത് പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെല്ലുമ്പം ആദ്യം മേഘമലയിൽ ചെന്നു. പക്ഷേ മേഘമലയിൽ ചെല്ലുമ്പം അത് വേറെ മേഘത്തിന് കബന്ധം എന്നൊരു വാക്കിനർത്ഥമുണ്ട്, അവര് പറയാം. മേഘമല ആയിക്കൂടായില്ല, ഞാനത് പൂർണ്ണമായിട്ടും. പക്ഷേ അങ്ങനെ നമ്മൾ നോക്കി പരിധി വരുമ്പോഴാണ് അതിനെക്കാട്ടി കുറച്ചൊരു കൃത്യമായ സ്ഥലത്തോടെ നമുക്ക് രേഖകൾ കാണിച്ചിരുന്നത്, അതായത് കോമ്പാസുകൾ കാണിച്ചിരുന്ന രാമക്കൽമേട്. ഈശ്വരൻ, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ രാമക്കൽമേടിൻ്റെ അകത്ത് രാമൻ്റെ ഐതിഹ്യം തപ്പിപ്പോയ ആളല്ല. ഒന്നും സ്ഥലപുരാണങ്ങൾ നമ്മൾ എടുത്തിട്ടേ ഇല്ല, അതുകൂടെ പറയാം. പക്ഷെ പ്രാചീന ഗോത്രങ്ങൾ പറഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനത് പറഞ്ഞു ഡൈനാസ്റ്റികൾ ഉണ്ടാക്കിയല്ലെന്ന് പറഞ്ഞു. മറ്റൊരു പാവപ്പെട്ട നല്ല മനുഷ്യർ പറഞ്ഞത്, അത് മീൻസ് ഗ്രാമീണ മനുഷ്യന്, വനചാരികളെടുത്ത മനുഷ്യർ പറഞ്ഞതല്ല മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. അത് ഞാൻ അത്ഭുതപ്പെട്ടു. രാമൻ്റെ കാല് പൊതിഞ്ഞ മേടാത്. രാമൻ വനവാസ കാലത്ത്, സീതാന്വേഷണ കാലത്ത് വന്നു എന്ന് പറയപ്പെടുന്ന മേടാത്. ശരിക്കും അവിടെ നിന്നാണ് ഏകദേശം ഈ പറഞ്ഞൊരു വളരെ വേഗത്തിൽ ഇറങ്ങിയാൽ, അവർ വളരെ വേഗത്തിലാണ്, യുദ്ധവീരന്മാരാണ്, പാനിക്കാണ്. വളരെ വേഗത്തിൽ ഇറങ്ങിയാൽ അവർ ഇവിടെ വന്നിട്ടുണ്ട്. തൊട്ട് പുറകിൽ പുഷ്പകണ്ഠമാണ്. പുഷ്പഭവനം രാമനുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ പേര് കിടക്കുന്നത്. പുഷ്പഭവനുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അടുത്ത രസം, കുറവൻ്റെയും കുറുത്തീരം കഥയിലും രാമനായിരിക്കുന്നത്. തൊട്ട് ഈ രാമക്കൽമേടിൽ നിന്ന് പുറകോട്ട് നോക്കിയാൽ കാണുന്ന കുറവൻ്റെയും കുറുത്തീരം പ്രതിമയാണ്. അതിനങ്ങോട്ട് പോയാൽ മുല്ലപ്പെരിയാർ ഡാമുമായിട്ടൊക്കെ, ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട കുറവൻ കുറുത്തി മലകൾ നിൽക്കുന്നു.
അങ്ങോട്ട് കമ്പം നിൽക്കും. ഇത് കമ്പമാണോ കമ്പരായ പിന്നെ കമ്പരായമാണെന്ന് ചിലർ പറയുന്നതല്ല കമ്പം കബദ്ധരാണെന്ന് നമുക്ക് ഊഹിക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഞാൻ ഇവിടെ കമ്പം കമ്പരായ പെരുമാളുടെ അമ്പലം പ്രാചീന കാലത്തും കമ്പത്തിന് അത് എന്താ നമുക്ക് ഊഹിക്കാൻ പറ്റില്ല. പക്ഷേ അവിടെ ഒരു സാധ്യതയുണ്ട്. ആ കമ്പം മെട്ടാണോ കമ്പമാണോ കബന്ധൻ ഒരു സാധ്യതയില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാൻ പുഷ്പകണ്ഠ ആ ഭാഗത്ത് എവിടെയാണ് അവിടുന്ന് കയറി രാമക്കൽമേട് വന്നിട്ട് അദ്ദേഹം താഴേക്ക് ഇങ്ങനെ ഇറങ്ങി അദ്ദേഹം പമ്പാതീരത്തെത്തി. അതിന് നമ്മളെ സംബന്ധിച്ച് അഥവാ അതല്ല മേഘമല വെച്ചാണോ കബന്ധത്തിന് മേഘം എന്നൊരു അർത്ഥമുണ്ട്. അതിന് അവിടുന്ന് അപ്പോൾ നമുക്ക് ഇപ്പോൾ രാമക്കൽമേട്ടിലേക്ക് സ്പർശിക്കില്ല. പക്ഷെ രാമക്കൽമേട് ഒപ്പം നമ്മൾ കുറവനും കുറത്തിയും പാറയാകുന്നതിൻ്റെ പുറകിലത്തെ കഥയിൽ രാമൻ ശപിച്ചു. ഇവർ പ്രണയിച്ച് നിൽക്കുമ്പോൾ രാമൻ ക്ഷീണിതനായി വരുമ്പോൾ വിഷമിച്ച് വരുമ്പം വെള്ളം ചോദിച്ചിട്ട് കൊടുത്തില്ല. ഇവരെ കല്യാണം കഴിച്ചിട്ടുള്ളവരും ഇവർ ആ പുറകിൽ ഇവരൊരു സ്വകാര്യ നിമിഷങ്ങളിലായിരുന്നു. അവർ കണ്ടില്ല. അപ്പം ഭഗവാൻ വിഷമത്തോടെ ഇവർ പുറകെ വന്നു. അവരെ ശപിച്ചുമില്ല. നിങ്ങൾ കാലമെത്തുമ്പോൾ നിങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന ഒരു സാഹചര്യം വരും. അതാണ് പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ വന്ന് കണ്ടുപിടിക്കുന്നതെന്ന് കുലുമന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥ ആ വഴിയാറിൽ ഇടയ്ക്കുണ്ട്. പക്ഷെ രാമൻ ശപിക്കില്ല ആരെയും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ആരെ ശപിക്കില്ല. ഒരിക്കലും ഞാൻ തീർത്ത് പറയുന്നു, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നിങ്ങൾ വാൽമീകി രാമായണം വായിച്ചാൽ മനസ്സിലാകും. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ചെയ്യുന്ന ആളല്ല. പാഠഭേദങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. പിൽക്കാല പാഠങ്ങളിൽ ആരെങ്കിലും കളച്ഛേദം ചെയ്തോ അതും ഇതൊക്കെ ഉണ്ടാകും. വാൽമീകി രാമായണം തുടർച്ചയായി വായിക്കുന്ന ഒരാളെന്നുള്ള എനിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പറ്റി വലിയ ബോധ്യമുണ്ട്. അദ്ദേഹം ആരെയും ശപിച്ചില്ല. അപ്പം ഞാൻ പറയാം, അവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ രാമൻ്റെ 3 കഥകളെടുക്കും രാമായണം. അപ്പം ഇതെല്ലാം പ്രാക്തനമായ കഥകളാണ്, വനചാരികൾ കൊണ്ടുവരുന്ന കഥകളാണ്. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു, ഞാൻ ഈ കോമ്പാസ് വെച്ച് പോയതാണ്. അതായത് രാമക്കൽമേട് 77.1770 ഇതിനെ പമ്പ ശബരിമല ഈ കിടക്കുന്ന അതിൻ്റെ അക്ഷാംശ രേഖാംശം ഇങ്ങനെ വെച്ച് നമ്മൾ കണക്കൂട്ടി പോയപ്പോഴാണ് ഇതൊരു ശൈലപൃഷ്ഠമാണ്. അദ്ദേഹം പറഞ്ഞ പോലെ രാമൻ്റെ കാൽ പതിഞ്ഞ മേടാണ്. ശരിക്കും പമ്പയുടെ കിഴക്കാണ്. അവിടുന്ന് പടിഞ്ഞാട്ട് ഇറങ്ങിയാലാണ് വരുന്നത്. അത് അങ്ങനെ ആകണ്ട. ഇവിടെ അവർ രണ്ടുപേരും പടിഞ്ഞാറൊക്കെ നടക്കുന്നതിൻ്റെ കബന്ധൻ പടിഞ്ഞാറൊക്കെ നടക്കാൻ പറയുന്നു. അരണ്യാണ്ട് അവസാന ശ്ലോകം ആ ഭാഗത്ത് അവർ കൃത്യമായിട്ട് പടിഞ്ഞാറൊക്കെ നടക്കുകയും ചെയ്യുന്നു. ഒരു ദിവസം ഒരു രാത്രിയിൽ മേക്കിംഗ് എ സ്റ്റേ ഒരു ദിവസം ശൈലപൃഷ്ഠത്തിൽ അവർ ഡ്രൂ നിയർ ടു വെസ്റ്റേൺ ബാങ്ക് ഓഫ് പമ്പായ പശ്ചിമാൻ തീരെ രാഘവ ഉപതസ്തതു കൃത്വാച ശൈലപൃഷ്ഠേതു തേവാരം രഘുനന്ദനവും എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നത്. അത് ശരിയാവാം. ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാല് പതിഞ്ഞാണ് രാമക്കൽമേട്. അത് പിന്നീട് വന്നത്. ഞാൻ ഈ കോമ്പസ് വെച്ച് തന്നെ പോയതാണ്. അതുകൂടെ ഞാൻ പറയാം, അതല്ലാതെ പോയതല്ല. അതുകൊണ്ട് അതൊരു വലിയ കാര്യം. പമ്പയ്ക്ക് മുകളിൽ രാമക്കൽമേടിൽ നിന്നാണ് കബന്ധന് തൊട്ട് പുഷ്പകണ്ഠത്തിന് അടുത്ത് എവിടെയാകാം ഒരു അനുമാനം. അതല്ല മേഘമലയാണെങ്കിൽ ഇത് ഗതി വീണ്ടും മാറും, രാമക്കൽമേടിലേക്ക് വരില്ല. അതുകൂടെ പറയാം. മേഘമല കബന്ധമാണ്. പക്ഷെ അപ്പോഴും ആ റൂട്ടെല്ലാം പ്രസക്തമാണ്. അതാണ് ഇതിൻ്റെ ഒരു ഏകദേശം ചേർത്ത്. ഒത്തിരി ഉണ്ട് ഇനിയും പറയാൻ. ഇതൊന്നും ആയിട്ടില്ല. അതിനോട് നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മൾ രാമായണ സർക്കിളിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. ഇത്തരം ഗ്രന്ഥങ്ങൾ ICHR ഉൾപ്പെടെ ഹിസ്റ്റോറിയോഗ്രാഫി പഠിക്കുന്ന ASI എക്സ്കവേഷൻ ഉൾപ്പെടെ അവരുടേതായി മൾട്ടി ഡിസിപ്ലിനറി അവരുടെ ഉണ്ടാവണം. ഈ ഗ്രന്ഥങ്ങളെല്ലാം പുനഃപ്രകാശനം ചെയ്യണം. രാമൻ്റെ ചരിത്രം ഓടിയ മണ്ണാണിത്. രാമൻ നടന്ന മണ്ണാണ്. രാമൻ 8, 10, 11 മാസം താമസിച്ചിട്ടുണ്ടാവാം. അതുകൂടെ കൃത്യം കണക്കെടുക്കണം. എൻ്റെ അനുമാനം ഒരു 10 മാസം 11 മാസം അദ്ദേഹം ഇവിടെ താമസിച്ചു. അതുകൂടെ ഞാൻ പറയാം. 10 മാസം 11 മാസമെങ്കിലും അദ്ദേഹം ഇവിടെ താമസിച്ചിട്ടുണ്ട്. 10 മാസം 11 മാസം ആലോചിച്ച് നോക്കുക. ചാതുർമാസ്യം ഒരു ചൈത്രം തൊട്ട് ഏകദേശം അടുത്ത ഫാൽഗുനം വരെ. ഫാൽഗുനത്തിൻ്റെ ഉത്തരത്തിലാണ് യുദ്ധപ്പുറപ്പാട്. മറന്നുപോണ്ട. അവിടെ വരെ ആ കാലത്തെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ ഗുഹയിൽ ഞാൻ കഥയിലെ പരിണാമഗുപ്തി അതാണ്. പ്രാചീനരത് മറന്നിട്ടുണ്ടാവില്ല. നമ്മൾ മറന്നിട്ടുണ്ടോ? അതിപ്രാചീനരത് മറന്നിട്ടുണ്ടാവില്ല. അത്രയും പറഞ്ഞു നിർത്തുക. അത് നിങ്ങൾ ഊഹിച്ചോളൂ എന്താണെന്ന്. അതിപ്രാചീനർ ആ പ്രസ്രവണത്തിൽ അദ്ദേഹത്തിൻ്റെ വാസത്തെ ഇനി എത്രയോ മണിക്കൂർ എനിക്ക് പറയാം. എത്ര മണിക്കൂർ. പക്ഷേ അപ്പോൾ ഞാൻ പറയുന്നത് രാമായണം ഞാൻ പണ്ഡിതനായി കണ്ടാൽ എൻ്റെ പ്രകൃതി പഠനങ്ങൾ പമ്പ തീരത്തിലുള്ള ആലോചിക്കൽ എൻ്റെ അക്ഷയപമ്പ മിഷൻ എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വരഗത്യമുള്ള പ്രവൃത്തികൾ അത് വാൽമീകി രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡത്തിലെ പമ്പ വർണ്ണനും തമ്മിൽ ഏതോ ഒരു കാലത്ത് കൂട്ടിമുട്ടി. അത് നിരന്തരം ഞാൻ വായിക്കുന്ന ആളാണ്. ഇനി ഞാൻ പേർത്തും ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഭാഗം അത്. അങ്ങനെ അത് കൂട്ടിമുട്ടിച്ചതാവാം. അപ്പോഴും വിദ്യാരണ്യസ്വാമിയെയും കൃഷ്ണദേവരായരെയും ഹരിഹരനെയും ബുക്കനെയും രാഷ്ട്രകൂടന്മാരെയും പുലികേശിയും സായണാചാര്യരും പുരന്ദരദാസരെയും എല്ലാ ഹരിദാസന്മാരെ എല്ലാം ഓർക്കുന്നു. അവരത് ചെയ്തതിനെ നമുക്ക് ആ കാലത്ത് എങ്ങും സ്ഥാപിക്കപ്പെട്ടില്ല. അവിടെ ഒരു ഓറൽ ട്രഡീഷൻ, അവിടെ ഹനുമാൻ കുരങ്ങൊക്കെ ഉണ്ടെന്ന് അവിടെ അവർ അതിനെ അങ്ങനെ കണ്ടു. അവിടെ പമ്പാദേവി ഉണ്ട്. അവിടെ ശൈവ കഥയുണ്ട്. പമ്പാദേവി വിരൂപാക്ഷനെ പ്രാർത്ഥിക്കുന്നു. വിരൂപാക്ഷ ശിവൻ. അവിടെ പമ്പയാണ് ഹംപിയാകുന്നത്. അത് ശൈവ കഥയാണ്. അത് പാർവതിയുടെ ഒരു വിരൂപാക്ഷ കഥ വേറെയാണ്. പിൽക്കാലത്ത് അവർക്കൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയി. ഇപ്പം കൃഷ്ണദേവരായർ ഗുരുപദേശാർത്ഥം അവർ വാനര വംശമായിട്ട് പ്രഖ്യാപിക്കുന്നു. അവർ ഈ പ്രസ്രവണത്തെ പ്രസ്രവണത്തിൽ മാല്യവൻ എന്നൊരു പർവ്വതം, മാല്യവൻ എന്നൊരു പേരൂടുണ്ട്. മാല്യവൻ അവരതിനൊരു ഹംപിക്ക് അല്പം നീട്ടി ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഒരു രാമക്ഷേത്രം ഉണ്ടാക്കുന്നു. പക്ഷെ തൊട്ടടുത്ത് അവർ തകർന്നുപോയി. അല്ലെങ്കിൽ അതൊരു
ഒരു ശൈവ വംശത്തിൽ നിന്ന് ഒരു വൈഷ്ണവ വംശത്തിലേക്ക് ഒരു ട്രാൻസിഷൻ ഫേസും കൂടി അവിടെ കണ്ടിട്ടുണ്ട് അവർ സ്ഥാപിച്ച മഹാന്മാർ വലിയ കാര്യം. പക്ഷേ ഗ്രന്ഥം നമ്മൾ ഓറൽ ട്രഡീഷൻ അങ്ങനെ, ഗ്രന്ഥ ട്രഡീഷൻ ഇങ്ങനെ അത്രേ നമ്മൾ പറയുന്നുള്ളൂ. രാമായണ സർക്യൂട്ട് അവിടുന്ന് നിങ്ങൾ ഒരു ഒറ്റ കാര്യം പറഞ്ഞു നിർത്തുക. ഞാൻ ശബരിമല പറഞ്ഞ പോലെ തന്നെ ഒരു റാഷനിലാണ്. നിങ്ങൾ ഹംപി എടുത്തു നോക്കൂ, അവിടുന്ന് വരച്ചു നോക്കൂ, 85-90% സമതലങ്ങളാണ്. എന്നിട്ട് വാൽമീകി എടുത്തു നോക്കൂ. ഹംപിയാണ് കിഷ്കിന്ധ എടുത്തു, അവിടുന്നുള്ള മാത്രം എടുക്കൂ, തെക്കോട്ടേക്ക് മഹേന്ദ്രഗിരിയുള്ള യാത്ര എടുക്കൂ. വാൽമീകി രാമായണം മുഴുവൻ ഭാഗം മുഴുവൻ മലയാണ് പറയുന്നത്. ഞാൻ പഞ്ചവടി തൊട്ട് മുഴുവൻ മലയാണ് പറയുന്നത്. ഈ കബന്ധൻ പറയുന്ന വഴി ഈ 1.5 ദിവസത്തെ വഴിക്കകത്ത് മാത്രം ഒരു ദേശം എന്നുള്ള പ്രയോഗം വരുന്നത്. അതുപോലെ ഈ മലമൂലി കൊച്ചു കൊച്ചു ദേശങ്ങൾ, ഈ 1.5 വഴിക്കത്തെ വഴിയിൽ മലയിൽ പല കുടികളുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അതിനങ്ങനെ മാത്രം കണ്ടാൽ മതി. അല്ലാതെ മലകൾ മുഴുവനാണ് വർണ്ണിച്ചിരിക്കുന്നത്, മലകൾ മാത്രം. ഹംപിയിൽ നിന്ന് നിങ്ങൾ രാമേശ്വരത്തേക്കോ രാമനാഥപുരത്തേക്കോ മഹേന്ദ്രഗിരിയിലേക്കോ പോയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് മുഴുവൻ ഒരു ഈസ്റ്റേൺ പൂർവ്വഘട്ടത്തിന് 1-2 മലകൾ, ശബരിമല മലകളോ അല്ലെങ്കിൽ സേലത്തിൻ്റെ അവിടെ ഒരു മലയോ അല്ല, കൊച്ചു കൊച്ചു മലകൾ, അത് പൂർവ്വഘട്ടത്തിൻ്റെ ചെറിയ മല, അല്ല പ്രാദേശിക, അല്ല ബാക്കി 85% സമതലത്തിൽ കൂടെ പോവുക. ആലോചിച്ച് നോക്കൂ, അങ്ങനെയാണ് റൂട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഒരു നാഗരികതയുടെ ഒരു പുനരേകോപനം, പുനരേകീകരണം രാമൻ നടന്ന മണ്ണാണ്, രാമൻ ദീർഘകാലം താമസിച്ച മണ്ണ, ഹനുമാൻ സ്വാമി ജീവിച്ച മണ്ണ, രാവണൻ പമ്പയെ അതിക്രമിച്ച മണ്ണ, സീതാദേവിയും കൊണ്ട് സീതാദേവിയുടെ ഉത്തരീയത്തിൽ പൊതിഞ്ഞ ആഭരണം വീണാണ് പഞ്ചവാനർക്ക് കൊടുത്ത മണ്ണുകൾ. അതുകൂടെ ഞാൻ പറഞ്ഞു. സീതാദേവിയുടെ കണ്ണുനീര് വീണ മണ്ണ, സീതാദേവിയുടെ നമ്മൾ അതിനെ കുറച്ചുകൂടെ ആഴത്തിലും ഗൗരവമായിട്ടും കേൾക്കണം, ഓർക്കണം. ഈ കർക്കിടകം അതിനും കൂടി ആവട്ടെ. സന്തോഷം ദീർഘിത അവസാനം വരെ കേട്ടിട്ടുള്ളവർ ചെറിയ ആൾക്കാരല്ല. സന്തോഷം.